السلام عليكم ورحمة الله، أهلا بكم ومرحبا أهلا مرحبا. نحن اليوم نريد أن ندرس الدرس الأول من الوحدة الثانية، الفعل وأقسامه. ഇപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഫിഅല് അക്സാമുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ കുറെ ഇസ്മിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ ഫിഅലുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഏകദേശം കുറെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഫെയിലിയം ആദ്യമുള്ള അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അത്താറുഫ് അല മഫ്ഹൂമിൽ ഫിഅലി ഫിൽ ലുഗൽ അറബിയ, അറബി ഭാഷയിൽ ഫിഅല് എന്ന ആശയം എന്താണ്? പിന്നെ അക്സാമുൽ ഫിഅല്, അതുപോലെ തന്നെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫിഅലുകളുടെ രൂപങ്ങൾ, അതൊക്കെ തന്നെ. ഇപ്പൊ ദാരിസ് അൽ അസീസ് ദാന നഖ്റൽ ഫിക്ര അൽ ആതിയ ജയ്യിദൻ, ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. أكتوبر الثاني عطلة وطنية في الهند باعتبار هذا اليوم عيد ميلاد أبي الأمة الهندية مهاتما غاندي، ويتم الاحتفال به باسم غاندي جيهندي. اشترك غاندي في الثورة الهندية وقام باستخدام العصيان المدني اللاعنفي حين كان يعمل محاميا في جنوب أفريقيا. بعد عودته إلى الهند عام 1915 حاول لتنظيم احتجاجات ضد القوى البريطانية، واجتهد بمساعدة الفلاحين المزارعين ضد الرائب الأراضي المفرطة التي ألزمها الحكم البريطاني على أهل الهند. قاد غاندي حملات وطنية لتخفيف حدة الفقر، وكان يهدف إلى تحقيق بورن سوراج من السيطرة الأجنبية. حرض غاندي أتباعه على الإنجليز في حركة عدم التعاون. قضى غاندي سنوات عديدة في السجن. ഇവിടെ ഒരു പാരഗ്രാഫ് ഗാന്ധിയെ കുറിച്ച്, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു ചെറിയ പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫ് എന്തിനാ കൊടുത്തെന്ന് വെച്ചാൽ, ഈ പാരഗ്രാഫിൽ കുറച്ച് പലതരത്തിലുള്ള പേരുകൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ജസ്റ്റ് ഒരു മീനിങ് പറഞ്ഞു പോവാം. ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഉഴ്ത്തുല വതനിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ഒരു ദേശീയ അവധിയാണ്, ഒരു ഓഫ് ഡേ ആണ്. ഉഴ്ത്തുലത്തുൻ വതനിയത്തുൻ ഫിൽ ഹിന്ദ്. ബിഅ്തിബാരി ഹാദൽ യൗം, ആ ഒരു ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ഈദ് മീലാദ് അബിൽ ഉമ്മ, അതായത് ഈദ് മീലാദ് അബിൽ ഉമ്മൽ ഹിന്ദിയ മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തെ പരിഗണിച്ചുകൊണ്ടാണ് ആ ഒക്ടോബർ 2 അവധിയാകുന്നത്. ഗാന്ധി ജയന്തി, ആ ദിവസത്തെ ആഘോഷം എങ്ങനെയാണ് നടക്കുന്നത്? ഗാന്ധി ജയന്തി എന്ന പേരിലാണ്. അവിടെ ശ്രദ്ധിച്ചു. യത്തിമ്മു, തമ്മ യത്തിമ്മു, യത്തിമ്മു എന്ന് പറഞ്ഞാൽ അതൊരു ഫീലാണ്. അത് നടക്കപ്പെടുന്നു അല്ലെങ്കിൽ സംഘടിപ്പിക്കപ്പെടുന്നു. യത്തിമ്മുൽ ഇഹ്തിഫാൽ, ആഘോഷം നടക്കുന്നു എന്നാണ്. ഇഷ്തറക്ക ഗാന്ധി, ഗാന്ധി പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇഷ്തറക്ക, അപ്പൊ ആ വാക്ക് ശ്രദ്ധിക്കുക. ഇഷ്തറക്ക എന്ന് പറഞ്ഞാൽ പിന്നെ പങ്കെടുക്കുക എന്നർത്ഥം. സൗറ അൽ ഹിന്ദിയ, ഇന്ത്യൻ വിപ്ലവത്തിൽ. സൗറ അൽ ഹിന്ദിയ. വഖാമ ബിസ്തിഖ്ദാം അൽ ഇസ്യാൻ, വഖാമ കണ്ടോ, കാമ അദ്ദേഹം നിർവഹിച്ചു എന്നാണ്. കാമ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു. ബിസ്തിഖ്ദാമി അൽ ഇസ്യാനിൽ മദനി അല്ല ഉൻഫി. ഇസ്യാനിൽ മദനി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് അഹിംസ, അല്ല ഉൻഫി എന്ന് പറഞ്ഞാൽ അഹിംസ, അഹിംസാ മാർഗത്തിലുള്ള ഒരു നിസ്സഹകരണ പ്രസ്ഥാനം. അതാണ് ഇസ്യാൻ മദനി എന്ന് പറയുക. സിവിലിയൻ പൊതുജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിസ്സഹകരണ മൂവ്മെന്റ്, അതാണ് ഇസ്യാൻ മദനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിനമക്കാനെ അമലു മുഹാമിയൻ ഫി ജനൂബി തെക്കേ ആഫ്രിക്കയില് അദ്ദേഹം ഒരു അഡ്വക്കേറ്റായിട്ട്, അഭിഭാഷകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാന യഅമലു, അമലു എന്നുള്ള വാക്ക്. بعد عودته إلى الهند عام 1915, 1915 പിന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം. ഹാവല ലി തൻളീമി ഇഹ്തിജാജാത്തിൻ, ഹാവല, അടുത്ത പേര് ശ്രദ്ധിക്കുക, ഹാവല
എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു, ട്രൈ ചെയ്തു. ലിത്തൻളീം ഇഹ്തിജാജാത്തിൻ ളിദ്ദൽ ഖുവൽ ബരീത്താനിയ, ബ്രിട്ടീഷ് ആ, ശക്തികൾക്കെതിരെ സമരങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചു. തൻളീം എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യുക, ഇഹ്തിജാജാത്ത് എന്ന് പറഞ്ഞാൽ സമരങ്ങൾ, സമരത്തിനാണ് ഇഹ്തിജാജ് എന്ന്. വജ്തഹദ ബിമുസാഅദത്തിൽ ഫല്ലാഹീന അൽ മുസാരിഈൻ, കർഷകരായിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടി അദ്ദേഹം പരിശ്രമിച്ചു. ഇജ്തഹദ, പരിശ്രമിച്ചു. ലിദ്ദ ലറായിബിൽ അറാളി അൽ മുഫ്രിത, അമിതമായ ഭൂനികുതിക്കെതിരെ. ലറായിബുൽ അറാളി എന്ന് പറഞ്ഞാൽ ഭൂനികുതി. അല്ലത്തി അൽസമഹൽ ഹുക്മുൽ ബരീതാനി അല അഹ്ലിൽ ഹിന്ദ്, ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധമാക്കിയ. അൽസമ, അൽസമ നിർബന്ധമാക്കി. ഖാദ ഗാന്ധി ഹംലാത്തിൻ വതനിയ, ഒരുപാട് ദേശീയ സമരങ്ങൾ അദ്ദേഹം നിർവഹിച്ചു. ലിതഖ്ഫീഫി ഹിദ്ദത്തുൽ ഫഖർ, രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ ശക്തി ലഘൂകരിക്കാൻ വേണ്ടി. കാന യഹ്ദിഫു, അദ്ദേഹം ലക്ഷ്യം വെക്കാറുണ്ടായിരുന്നു. കാന യഹ്ദിഫു, ഹദഫ യഹ്ദിഫു, ഇല തഹ്കീക്ക് പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത്. പിന്നെ സൈത്ര അജ്നബിയ, ആരിൽ നിന്ന്? വിദേശ ശക്തികളിൽ നിന്ന്, അതായത് ബ്രിട്ടീഷ് അധികാരത്തിൽ നിന്ന്. ഹറൽ ഗാന്ധി അത്ബഅഹു, ഗാന്ധി തന്റെ അനുയായികളെ പ്രേരിപ്പിച്ചു. ഹറല അല അൽ ഇൻജിലീസ്, ഇംഗ്ലീഷുകാർക്കെതിരെ. ഹറക്കത്തെ അദ്മ തആവുൻ, സഹകരണ പ്രസ്ഥാനത്തിലൂടെ. ഖല്ല ഗാന്ധി സനവാത്തിൻ അദിദ ഫിസ്സിജിൻ, ധാരാളം വർഷം അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഖല. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗാന്ധിയെ കുറിച്ചുള്ള ഒരു ചെറിയ പാരഗ്രാഫ്, ഇതിൽ കുറെ വാക്കുകളുണ്ട് ഫെയിലായിട്ട് വന്നത്. ഒന്ന് യതിമ്മു, അതുപോലെ ഇഷ്തറക്ക, യഅമലു, ഹാവല, ഇജ്തഹദ, അതുപോലെ പിന്നെ യഹ്ദിഫു, ഹറല തുടങ്ങി ഖല തുടങ്ങിയിട്ടുള്ള ഫെയിലുകൾ. ഇതൊക്കെ ഫെയിൽ എന്ന് പറഞ്ഞാല് എന്താണ്? ഈ വാക്കുകൾക്ക് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അറബിയിൽ 3 പ്രധാനപ്പെട്ട പാർട്ടുകളാണുള്ളത്. ഒന്ന് ഇസ്മ, മറ്റൊന്ന് ഫേല്, മറ്റൊന്ന് ഹർഫ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ വാക്കുകളുടെ, ഇപ്പൊ ഇവിടെ ബോൾഡ് ചെയ്തിട്ടുള്ള ഈ വാക്കുകളുടെ പ്രത്യേകത എന്താ? അതൊക്കെ അത് നോക്കുമ്പോൾ, ഓരോന്നെടുത്ത് നോക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക സമയമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും, അല്ലെ? അതായത് അമില, പ്രവർത്തിച്ചു. അമലു, പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരിശ്രമിച്ചു, നേതൃത്വം നൽകി. ഹറല, പ്രേരിപ്പിച്ചു. കല, പിന്നെ ചെലവഴിച്ചു. എന്നൊക്കെ പറയുമ്പോൾ ചിലത് ഒരു പാസ്റ്റ് ടൈമിൽ നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ട്, ചിലത് ഭാവിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ വർത്തമാന സമയത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മൂന്നാലൊരു സമയത്ത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. അതുകൊണ്ടാണ് നമ്മൾ ആ കലിമത്തുകൾക്ക് എന്തെന്ന് പറയുന്നത്? ഫെയില് എന്ന് പറയുന്നത്. ഇക്കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഫെയില് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവൃത്തിയെയും നമുക്ക് ഫെയിൽ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ പ്രവൃത്തിയും ഫെയിലല്ല. ഫെയിൽ എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ഏതെങ്കിലും മൂന്നാലൊരു സമയത്ത് കണക്ട് ചെയ്തുകൊണ്ട് പറയണം. ഇപ്പൊ കുളിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതാണ്. കുളിക്കുന്നു എന്ന് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുളിക്കും എന്ന് പറയുമ്പോൾ അത് വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. അതേ സമയത്ത് കുളിക്കൽ, നടക്കൽ, ഉറങ്ങൽ എന്നൊക്കെ പറയുമ്പോൾ ഈ 3 സമയമായിട്ടും ബന്ധപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ അറബിയിൽ ഫേല് എന്നുള്ള ഒരു സാങ്കേതിക ഭാഷയിൽ അതിനെ പറയാൻ പറ്റില്ല. അതാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മാലി മുലാരി അമ്ര അല്ല ടൈം ഫേൽ എന്താ, അതിന്റെ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ട് നോക്കാം. ഒന്നാമത്തത് ഫേല്. ഇവിടെ തന്ന ഉദാഹരണങ്ങൾ കത്തബ, ഇത് ഫെയില് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടി ഞാൻ സ്പീഡായിട്ട് പോകുന്നത്. എനിക്ക് അതിൽ ഞാൻ പറയുന്ന ഭാഗങ്ങളിൽ ഏതെങ്കിലും അവ്യക്തതകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാതെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ചോദിക്കാവുന്നതാണ്. കത്തബ റാഷിദുൻ റിസാലത്തൻ, റാഷിദ് ഒരു കത്ത് എഴുതി. കത്തബ, എഴുതി. ആ എഴുതുക എന്നുള്ള പ്രവൃത്തി, എഴുത്ത്, റൈറ്റിംഗ്, അതൊരു പ്രവൃത്തിയാണ്. പക്ഷെ അത് നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ കത്തബ, അത് എന്തെന്ന് പറയാം, ഒരു ഫെയിലിനെ, ഒരു സമയത്ത് നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിന് ഫെയില് എന്ന് പറയാം. അതുപോലെ തന്നെ യദ്ഹബു താലിബ് ഇലൽ കുല്ലിയ, വിദ്യാർത്ഥി കോളേജിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഹിസ് ഗോയിങ്, അത് ആ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് പ്രസന്റ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ ഫെയില് എന്ന് പറയാം.
തഷ്റബു ഫാത്തിമത്തു അൽമാ, ഫാത്തിമ വെള്ളം കുടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതുപോലെ തന്നെ പ്രസന്റ്. അല്ലെങ്കിൽ നമുക്ക് തഷ്റബു ഫാത്തിമ അൽമാ, ഫാത്തിമ വെള്ളം കുടിക്കും. ഈ മുലാരിയായ ഫേല് നമുക്ക് മാവി യദ്ഹബു തഷ്റബു എന്നുള്ള ഈ രണ്ട് ഫേലുകൾ അത് രണ്ടും മുലാരിയാണ്. മുലാരിയുടെ ഒരു പ്രത്യേകത അത് രണ്ട് കാലത്തെ സൂചിപ്പിക്കുന്ന അർത്ഥവും അതിൽ കിട്ടും. അതായത് പ്രസന്റ് ടെൻസിനെയും സൂചിപ്പിക്കും, അതേപോലെ തന്നെ ഫ്യൂച്ചറിനെയും സൂചിപ്പിക്കും. ഒരേ സമയത്ത് നമുക്ക് അദ്ഹബു ഇലൽ കുല്ലിയ എന്ന് പറയുമ്പോൾ ഞാൻ കോളേജിലേക്ക് പോകുന്നു എന്ന് പറയാം. അദ്ഹബു ഇലൽ കുല്ലിയത്തെ ഗദൻ, ഞാൻ നാളെ കോളേജിലേക്ക് പോകും. അവിടെ രണ്ടിടത്തും അദ്ദേഹം ഒറ്റ വേർഡ് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ രണ്ട് കോണ്ടെക്സ്റ്റിലും വ്യത്യസ്തമായ അർത്ഥമാണ് ആ മുലാരിയ ഫീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രസന്റ് ആണെങ്കിൽ മറ്റൊന്ന് ഫ്യൂച്ചർ ആണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫീലിനാണ് നമ്മൾ മുലാരി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇത് നലർന ഇലൽ അംസില ഫനജ്ദ് അന്നൽ കലിമാത്ത് ഖതബ. നമ്മൾ ഈ ഉദാഹരണം നോക്കുമ്പോൾ ഖതബ, യദ്ഹബു, തഷ്റബു എന്ന ഫീലുകൾ കാണാൻ പറ്റും. ഖതബ, ഖതബ എന്നുള്ളതും യദ്ഹബു എന്നതും അതേപോലെ തന്നെ തഷ്റബു എന്ന ഫീലും, ഈ മൂന്ന് ഫീലുകൾ തദുല്ലു അല ഹുസൂൽ അമലിൻ ഫി സമനിൻ ഖാസിൻ, ഒരു പ്രത്യേകമായ കാലം, ഒരു സ്പെഷ്യൽ കാലം, ഓരോ ടൈം ഓരോ ഫീലുമായി കണക്ട് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയത്തെ ഒരു പ്രവൃത്തി സംഭവിച്ചതിന്റെ മേൽ അറിയിക്കുന്നു. ഇപ്പൊ കലിമത്തു കതബ, കതബ എന്ന വാക്ക് തദുല്ലു അലൽ കിതാബത്തി ഫി സമനിൽ മാലി, കഴിഞ്ഞ മാലിയായ പാസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നടന്ന എഴുത്തിനെ, എഴുത്താണ് പക്ഷെ അത് കഴിഞ്ഞതാണ് എന്നതും കൂടി അറിയിക്കുന്നുണ്ട്. അപ്പൊ യദ്ഹബു എന്നുള്ളത് തദുല്ലു അല ദഹാബി ഫി സമനിൽ ഹാലിർ അവിൽ മുസ്തഖ്ബൽ. യദ്ഹബു എന്നത് ഹാലിർ പ്രസന്റ്, അവിൽ മുസ്തഖ്ബൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഈ രണ്ട് സമയത്തെ നടന്ന ഒരു ദഹാബ്, ദഹാബ് എന്ന് പറഞ്ഞാൽ പോവൽ, പോകുക എന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ കലിമത്ത് തഷ്റബു തദുല്ലു അല ഷുർബ്, തഷ്റബു എന്നത് അതേപോലെ തന്നെ ഷുർബിനെ, കുടിക്കുക എന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഓഫീസ് ജമനിൽ ഹാലർ അൽ മുസ്തഖ്ബിൽ രണ്ടും ഒരുപോലെ തന്നെ, ഹാലർ ആയിട്ട് പ്രസന്റ് ആയ സമയത്തോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനോ, രണ്ടും ഏതാണോ പിന്നെ സംസാരിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്ന അത് ആയിരിക്കും അതിന്റെ അർത്ഥം. അപ്പോ ഇത്തരം കലിമത്തുകളെ തുറഫു അൽ കലിമാത്തു മിൻ ഹാദൻ നൗ, ഇത്തരം ഈ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന കലിമത്തുകൾ, കലിമത്ത് എന്ന് പറയുമ്പോൾ മൂന്നെണ്ണാണ്, ഇസ്മു ഫിൽ ഹർഫ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് നടന്ന ഒരു പ്രവൃത്തിയുടെ അർത്ഥം നൽകുന്ന കലിമത്തുകൾക്ക് നമുക്ക് ഫെയില് എന്ന് പറയാം. അപ്പൊ ഫെയില് എന്ന് പറഞ്ഞാൽ മാഹുൽ ഫെയിൽ എന്ന ഡെഫിനേഷൻ കൃത്യമായിട്ട് നമുക്ക് എന്താ പറയാ പറ്റുക? കുല്ലു ലഫ്ലിൻ, എല്ലാ ലഫ്ലിനും നമുക്ക് ഫെയിൽ എന്ന് പറയാം. ഏതാണ് ആ ലഫ്ല്? അതിന് പ്രത്യേകത ഉണ്ട്. യദുല്ലു അല ഹദസിൻ, ഒരു പ്രവൃത്തിയെ, ഹദസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സംഭവം എന്നോ പ്രവൃത്തി എന്നൊക്കെ പറയാം. ഹദസ് മുർത്തബിത്തിൻ ബിസമനിൻ മിനൽ അസ്മിനത്തി സലാസ, മൂന്നാലൊരു കാലവുമായി ബന്ധപ്പെടുന്ന, മുർത്തബിത്ത് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് അല്ലെങ്കിൽ കണക്റ്റഡ്, ബന്ധപ്പെടുന്ന, മൂന്നാലൊരു കാലവുമായി, അസ്മിനത്ത് സലാസ എന്ന് പറഞ്ഞാൽ മൂന്ന് കാലം. മൂന്ന് കാലം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞു ഓൾറെഡി. ഏതൊക്കെയാ മൂന്ന് കാലങ്ങള്? ഒന്ന് മാവി, മാലി, മുളാരി, മാലി മുളാരി, അല്ല, അമ്ര, കാലി അങ്ങനെ പറയരുത്. കാലം ഏതൊക്കെയാ? ടൈം എന്ന് ചോദിക്കുമ്പോൾ മാലി, മുളാരി, നോ, ഹാലിർ, 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 ഔ മുസ്തഖ്ബിൽ. മുസ്തഖ്ബിൽ. ഓക്കെ, ഇതാണ് കാലങ്ങൾ. ടെൻസസ്, അറബിയിൽ ടെൻസസ് ഏതൊക്കെയാന്ന് വെച്ചാൽ മാലി, ഹാലർ, മുസ്തഖ്ബൽ, അങ്ങനെയാണ് പറയാം. അപ്പോൾ അതാണ് മൂന്നാലൊരു സമയം എന്ന് പറയുന്നത്. മൂന്നാലൊരു സമയത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കണക്റ്റഡ് ആവുന്ന ഒരു പിന്നെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന എല്ലാ ലഫ്ദുകൾക്കും ഫേല് എന്ന് പറയാം. അപ്പൊ നമുക്ക് അതിനെ എളുപ്പമാണ്. മാലി എന്താണ്? പിന്നെ ഈ മുലാരി എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. മുലാരി എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ അർത്ഥം മാത്രം നോക്കിയിട്ടല്ല. മാലി എന്ന് പറയുമ്പോൾ ഓക്കെ, കഴിഞ്ഞത്, പാസ്റ്റ് ആണ്, അത് കറക്റ്റ്. മുലാരി എന്ന് പറയുമ്പോൾ അതിൽ രണ്ടുണ്ട്, ഹാലറും ഉണ്ട്, മുസ്തഖ്ബിലും ഉണ്ട്. അപ്പൊ മുലാരി എന്നുള്ള വാക്ക് പിന്നെ എന്തിനാ ഉപയോഗിക്കുന്നത്? മുലാരി എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ മുലാറത്തിന്റെ അക്ഷരങ്ങളുള്ള അലിഫ്, യാ, ത, നൂന് എന്നീ അക്ഷരങ്ങളുള്ള ഫേലുകൾക്ക് നമുക്ക് അത് അതിന്റെ ഫോം നോക്കിയിട്ടാണ് പറയുന്നത്. അതായത് അതിന്റെ ഘടന, ആ ഫേലിന്റെ ഘടനയെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മുലാരി ആയ ഫെയിലിന് മുലാരി എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് നോക്കിയിട്ടല്ല. മീനിങ് നോക്കിയിട്ട് പറയുമ്പോൾ അതിനെന്താ പറയാ, അതായത് അതിന്റെ ടൈം ബൗണ്ട് ആയിട്ടുള്ള മീനിങ് നോക്കിയിട്ട് പറയുമ്പോൾ മുലാരി ആയ ഫെയിലിനെ നമുക്ക് ഇങ്ങനെയാണ് പറയേണ്ടത്. ഒന്നുകിൽ അതിനെ ഹാലിർ എന്ന് പറയണം, അല്ലെങ്കിൽ അതിനെ മുസ്തഖ്ബിൽ എന്ന് പറയണം. അത് രണ്ടും ഒറ്റ, ഇപ്പൊ അത് രണ്ടും ഒന്നിൽ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മുലാരി എന്നുള്ള ഒരു വേർഡ് കൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ,
പിന്നെ അമ്ര എന്നുള്ളതും അതേപോലെ തന്നെ. അമ്ര എന്നതും അതിന്റെ ഫോം, അതിന്റെ ഘടനയെ ബേസ് ചെയ്തുകൊണ്ടാണ് അമ്ര എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മാലിക്കും ആ ഒരു ഘടന. അപ്പൊ ഈ ഒരു മൂന്നിനും ഒരു കൃത്യമായ രൂപങ്ങളുണ്ട്. ഫഅല, ഫഅല എന്നുള്ള കൃത്യമായ രൂപമുണ്ട്. അതേപോലെ തന്നെ മുലാരിക്ക് ഒരു രൂപം ഉണ്ടാവും, അമ്രിന് രൂപമുണ്ട്. ഈ രൂപത്തിൽ വരുന്നതുകൊണ്ട് അതിനെ മാലി എന്നും മുലാരി എന്നും അമ്ര എന്ന് പറയും. അതേ സമയത്ത് ടൈം നോക്കിയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മാലിക്ക് മാലി എന്ന് തന്നെ പറയാം. അതിൽ കാരണം അതിന്റെ മീനിങ് അങ്ങനെ തന്നെ വരിക. മാലി എന്ന് പറയാം പാസ്റ്റ് എന്നുള്ള അർത്ഥം തന്നെയാണ്. മുലാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ എന്നോ അല്ലെങ്കിൽ പ്രസന്റ് എന്നോ അല്ല അർത്ഥം. മുലാരി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? മുലാരി എന്നുള്ള വാക്കിന്റെ അർത്ഥം പിന്നെ സിമിലർ ആകുന്നത് എന്നാണ്. വർത്തമാനം. അല്ല, മുലാരി എന്നുള്ള വാക്കിന്റെ അർത്ഥം തോന്നുന്നത്, ഒരുപോലെ തോന്നുന്നത്, സിമിലർ എന്താ പറയാ, നമ്മളതിന് തുല്യമായത് എന്നൊക്കെ പറയില്ലേ, മുഷാബിഹ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മുലാരി ഉപയോഗിക്കുന്നത്. അർത്ഥട്ടോ പറഞ്ഞത്, മുലാരി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ആകെ പറഞ്ഞത് എന്താ, ഒന്നുകൂടി പറയാം. മൂന്നാലൊരു കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന വാക്കുകൾക്കൊക്കെ നമുക്ക് ഫെയിൽ എന്ന് പറയാം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട 3 കാലങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ മാളി, ഒന്നുകൂടി പറയാം, മാളി, ഹാലിർ, മുസ്തഖ്ബിൽ. മുസ്തഖ്ബൽ. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. ഇനി മാറരുത്, മാളി മുലാരി അമ്ര എന്ന് പറയരുത്, അത് വേറെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് നമുക്കതിൽ ഒരു തമ്പ്രീൻ കൊടുത്തിട്ടുണ്ട്. ഇക്രൽ ജുംലലാത്തിയ വമൈസിൽ അഫ്അൽ. എളുപ്പമാണ്. ലഅബ الطفل في الحديقة. ഇതിൽ ഏതാണ് ഫെയില്? ലൈബ. ലഅബ. ഓക്കെ. يكتب الأستاذ على السبورة. يكتب. ترقص الفتاة على المسرح. ترقص. ما معنى ترقص؟ ഡാൻസ് കളിക്കുന്നു. Yes. اوكي. يفتح راشد الباب. يفتح. كتب التلميذ درسه. കത്തബ. الثمر يتساقط على الأرض. യതസാഖത്തു. ഓക്കെ. ഇനി നമുക്ക് മാലി. അപ്പൊ ഫെയില് എന്താണ് മനസ്സിലായി. ഇനി എളുപ്പമാണ് ബാക്കിയുള്ള പറയാൻ. ഫെയില് മാലി എന്താണ്? അൽ ഫെയിലുൽ മാലി. ഫെയില് മാലി എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് ഫെയില് മാലി പറയാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ മിനൽ അസ്മിനത്തി സലാസ എന്നുള്ളതിന് മാറ്റിയിട്ട് ഇവിടെ എന്താക്കിയാൽ മതി? ഈ സമനുൽ മാലി. الماضي. കുല്ലു ലഫ്ലിൻ യദുല്ലു അലാ ഹദസിൻ മുർതബിതിൻ ബിസമനിൻ മാലിൻ, അല്ലെങ്കിൽ കുല്ലു ലഫ്ലിൻ യദുല്ലു അലാ ഹദസിൻ വഖഅ ഫി സമനിൽ മാലി എന്ന് മാത്രം പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ഖറഅ ജാബിറുൻ ദർസഹു. ഞാൻ വേഗം കുറച്ച് സ്പീഡ് എടുക്കുകയാണ്, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. ഖറഅ ജാബിറുൻ ദർസഹു. ഇതിൽ ഏതാണ് ഫെയിൽ എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ഖറഅ എന്നുള്ള ഫെയിലാണ്. അത് അതിന്റെ അർത്ഥം എന്താ? ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു. വായിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു അല്ലെ? അതായത് പ്രസന്റ് മൊമെന്റ്. നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റിനാണ് നമ്മൾ നിൽക്കുന്ന ഏറ്റവും പ്രസന്റ്. അതിന്റെ തൊട്ട് മുമ്പ് അത് ആപേക്ഷികമാണ്. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ പ്രസന്റിന് തൊട്ട് മുമ്പാവാം, അല്ലെങ്കിൽ കുറെ മുമ്പാവാം. അത് ആപേക്ഷികമാണ് എപ്പോഴും. ലൈബ കളിച്ചു. ഇബ്രാഹിം ബിൽ കുറത്തി. ഇബ്രാഹിം പന്തുകൊണ്ട് കളിച്ചു. അപ്പൊ ലൈബ എന്നുള്ള വാക്കിൽ ലഅബ് എന്ന പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞു. നാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങി, അതും ഉറക്കം കഴിഞ്ഞതാണ്. കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറക്കം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർന്നു എന്നല്ല, ഉറങ്ങി, ആൾ ഉറങ്ങി. ജാഅത്ത് സൽമ മിനൽ മദ്രസ. സൽമ മദ്രസയിൽ നിന്ന് വന്നു. അപ്പോൾ വരിക എന്ന പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞതാണ്. വഖഫത്തിൽ ബിന്തു അമാമൽ മിർആത്ത്. പെൺകുട്ടി കണ്ണാടിയുടെ മുമ്പിൽ നിന്നു. അപ്പൊ നിൽക്കുക എന്ന ഒരു പ്രവൃത്തി അതും നടന്നു കഴിഞ്ഞതാണ്. അപ്പൊ ഇതില് വന്നിട്ടുള്ള ഈ ഫെയിലുകൾ എല്ലാം മീനിങ് എന്താണ്? എല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. അതായത് സമനിൽ മാലിയായ ഒരു കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഖറഅ, ലഇബ, നാമ, ജാഅ, വഖഫ എന്നീ വാക്കുകൾ. അതുകൊണ്ട് നമുക്ക് ഈ ഫെയിലുകളെ എന്തെന്ന് പറയാം? മാലിയായ ഫെയിൽ എന്ന് പറയാം. അപ്പൊ രണ്ട് കാര്യമാണ്. ഒന്നത് പ്രവൃത്തിയാണ്, പ്രവൃത്തിയുടെ മീനിങ് ഉണ്ട്. രണ്ടാമത് ആ പ്രവൃത്തി ഒരു ടൈമിൽ സംഭവിച്ചു. മൂന്നാമത് ആ ടൈം ഏതാണ്? അത് മാലിയായ സമയമാണ്. ഈ കാര്യങ്ങളെല്ലാം ഒത്തുകൂടിയാൽ അതിനെ മാലി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതാ തഅമ്മൽന ഫി ജമീഅ ഹാദിഹിൽ അംസാൽ. എല്ലാ ഉദാഹരണങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ചാൽ വജദ്നാ കുല്ല വാഹിദത്തിൻ മിൻഹ. ഇതിൽ ഓരോന്നും തുടങ്ങിയിട്ടുണ്ട് ബികലിമത്തിൻ തദുല്ലു അലാ ഹുസൂലി ഷൈഇൻ ഫി സമനിൻ മള. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യത്തെ അർത്ഥമാക്കുന്ന ഒരു വാക്കുകൊണ്ടാണ് ഈ സെന്റൻസുകളെല്ലാം തുടങ്ങിയത്. ഏതൊക്കെ? ഖറഅ, ലഇബ എന്നൊക്കെ ഉള്ളത്.
മസലൻ കലിമത്ത് ഖറഅ എന്നുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ തദുല്ലു അലൽ ഖിറാഅത്തി ഫി സമനിൽ ലദീ മള ഖബ്ല തകല്ലും. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ്, അതാണ് ട്ടോ ബാലി എന്ന് പറയുമ്പോൾ അതാണ്. ആരാണ് പറയുന്നത് അയാൾ പറയുന്നതിന് മുമ്പേ ആ ഒരു പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഖിറാഅത്ത് നടന്നിട്ടുണ്ട്, വായന നടന്നിട്ടുണ്ട്. അല്ല ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ജാബിർ ഇപ്പോഴും പാഠം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ പറയേണ്ടത്? അപ്പൊ ഖറഅ എന്നല്ലല്ലോ പറയേണ്ടത് അല്ലെ? അപ്പൊ യഖറഉ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ഡിഫറൻസ്. വലിഹാദാ തുസമ്മ കുല്ലു കലിമത്തിൻ മിനൽ കലിമാത്തിൽ ലത്തി മിൻ ഹാദാ നൗ. ഇത്തരം വിഭാഗത്തിൽ പെടുന്ന വാക്കുകൾക്കൊക്കെ നമ്മൾ ഫിഅലൻ മാളിയൻ, മാളിയായ ഫിഅല് എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അൽ ഫിഅൽ മാളി കലിമത്തുൻ തദുല്ലു അലാ അമലിൻ ഹസല വതമ്മ ഖബ്ല കലാമിന അൻഹു ഐ ഫി സമനിൻ മള. ഇതെല്ലാം കൂടി എഴുതണ്ടാണെങ്കിൽ എത്ര എഴുതിയാൽ മതി, വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണം. എന്താണ് മാളി എന്ന് പറഞ്ഞാല്? കലിമത്തുൻ തദുല്ലു അലാ അമലിൻ ഹസല ഫി സമനിൻ മള അല്ലെ ഫി സമനിൽ രണ്ട് രൂപത്തിൽ പറയാം. അങ്ങനെ ഫി സമനിൽ മള എന്നും പറയാം, അല്ലെങ്കിൽ ഫി സമനിൽ മാളി. ഫി സമനിൽ മാളി നിങ്ങൾക്ക് അത് എഴുതി വെക്കട്ടോ, അത്ര എഴുതിയാൽ മതി. ഡെഫിനിഷൻ എഴുതുമ്പോഴേ, ഡെഫിനിഷൻ ആകുമ്പോൾ ഇവിടെ തന്നെ കൺഫ്യൂഷൻ വേണ്ട. കലിമത്തുൻ തദുല്ലു അലാ അമലിൻ ഹസല ഫി സമനിൽ മാളി, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന വാക്കിന് ഫിഅൽ മാളി എന്ന് പറയുന്നു. ഓക്കെ, ഇനി ലാ ഫിഅല മാളിയൻ ഫിൽ മക്കാനിൽ ഖാലി മിമ്മാ യതി. ഒന്ന് രണ്ട് തംരീനോട് കൊടുത്തിട്ടുണ്ട്. ലാ ഫിഅലൻ മാളി, ഒരു മാളിയായ ഫിഅൽ പറയാനാണ് പറഞ്ഞത്. അൽ ബിന്തു അത്തആമ എന്ന വാക്കുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് കണ്ട ഒരു ഫിഅൽ ഇവിടെ അക്കലത്ത് അക്കലത്ത് അൽ ബിന്തു അത്തആമ. ഓക്കെ, അക്കലത്തിൽ ബിന്തു അത്തആമ. അക്കല കഴിച്ചു. ഇനി അൽ ഉസ്താദു ബിൽ ഖലമി, അപ്പൊ എന്തായിരിക്കും? കത്തബൽ ഉസ്താദ് ബിൽ ഖലം. കത്തബൽ ഉസ്താദ് ബിൽ ഖലമി. ഓക്കെ, നെക്സ്റ്റ് അത്തിഫ്ലു ബിൽ ഖുറത്തി. ലഅബ തിഫ്ലു ബിൽ ഖുറത്തി. അത്തിഫ്ലു ബിൽ ഖുറത്തി. മുഹമ്മദുൻ മിനൽ മദ്രസത്തി. മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന് മുഹമ്മദ്. ജാഅ ജാഅ മുഹമ്മദ്. ജാഅ പറ്റും, ദഹബ പറ്റും, ഖറജ പറ്റും, എന്ത് വേണേലും അവിടെ ഇത് വേണേലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഫെയിലുകളൊക്കെ നിങ്ങൾ ഏത് ഫെയില് കാണുമ്പോഴത് മാതിയാണോ, ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചില ഫെയിലുകൾ കാണുമ്പോൾ അത് മാതിയാണോ മുന്നാരിയാണോ അമ്രാണോ എന്നൊക്കെ കൺഫ്യൂഷൻ, കാരണം 4-5 വാക്കുകളൊക്കെ ഉണ്ടെങ്കിലേ. ഓക്കെ, ഇനി അൽ ഫിഅൽ മുളാരി. മാലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുളാരിയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ നല്ല എളുപ്പം മനസ്സിലാക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ എടുക്കാം. അല്ല, വാക്കുകളിലെ ചെറിയ വ്യത്യാസമുണ്ട്. അഖ്റഉ അൽ കിതാബ. അഖ്റഉൽ കിതാബ, ഞാൻ പുസ്തകം വായിക്കുന്നു. വായിച്ചു. നമ്മളിനി മാലി മുളാരിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഫെയിലിന് എപ്പോഴും സാധാരണ കോമൺ ആയിട്ടുള്ള ആളുകൾ പറയുന്ന പോലെ വായിച്ചു എന്നോ അല്ലെങ്കിൽ വായിക്കും അങ്ങനെ ഒന്നും പറയരുത്, കൃത്യമായിട്ട് തന്നെ പറയണം. ഇവിടെ അഖ്റഉൽ കിതാബ, ഞാൻ പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പുസ്തകം വായിക്കും. ഈ രണ്ട് രൂപത്തിനും നമുക്ക് അവിടെ പറയാൻ പറ്റും. ഉസാഫിറു ഇലൽ മദീന, ഞാൻ സിറ്റിയിലേക്ക് യാത്ര പോകുന്നു. യെസ്, പോകുന്നു അല്ലെങ്കിൽ പോകുന്നു. തക്തുബു ആയിഷ ദർസഹ, ആയിഷ അവളുടെ പാഠം എഴുതുന്നു. ഓക്കെ, ഷീ ഈസ് റൈറ്റിംഗ്. ഇതിലൊരു പ്രശ്നം, നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമറൊക്കെ പഠിച്ചിട്ട് ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നമ്മൾ കുറെ ഒരു പ്രസന്റ് തന്നെ അതിന്റെ കണ്ടിന്യൂസും പെർഫെക്റ്റും അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എല്ലാത്തിനും ഈ രൂപങ്ങൾ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അത് ഓരോ കോണ്ടെക്സ്റ്റ് നമുക്ക് വേറിട്ട് മനസ്സിലാവും. അത് പെർഫെക്റ്റ് ആണോ, അതിൽ കണ്ടിന്യൂസ് ആണോ, അവിടെ ചെറിയ ചെറിയ എന്തെങ്കിലും വാക്കുകളൊക്കെ കൂടി വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, തഗ്സിലുൽ ബിന്തു സിയാബഹ, പെൺകുട്ടി അവളുടെ വസ്ത്രം കഴുകും അല്ലെങ്കിൽ കഴുകുന്നു. യദ്ഹബു അലിയുൻ ഇലൽ ബൈത്തി, അലി വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു. യർജിഉൽ വലദു മിനൽ മദ്രസ, കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്നു. നശ്റബു ഷായ്, നമ്മൾ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ ചായ കുടിക്കുന്നു. ഇതാണ് മുളാരിയ ഫെയിൽ. ഇനി മുളാരി ഇതിൽ ഒരു കാര്യം
പിന്നെ രണ്ട് രൂപത്തിലും അർത്ഥം നമുക്ക് മുലാരിക്ക് കൊടുക്കാം. ഒന്ന് ഹാലർ, മറ്റൊന്ന് ഹാലർ അല്ലെങ്കിൽ മുസ്തഖ്ബില്. മുസ്തഖ്ബിൽ. ഓക്കെ. ഇതിൽ ചില സമയത്ത് ഇപ്പൊ ഈ സാ അല്ലെങ്കിൽ സൗഫ ഈ വാക്കുകൾ മുലാരിയ ഫീൽഡിന്റെ കൂടെ വരികയാണെങ്കിൽ അത് പിന്നെ എന്തിനു മാത്രമേ ഉപയോഗിക്കുള്ളൂ? മുസ്തഖ്ബിൽ. ഫീല് മുലാരി. അപ്പോഴാണെങ്കിൽ എന്ത് മാത്രമാണ്? മുസ്തഖ്ബിൽ മാത്രമാണ് ഇതായിരിക്കും. ഉദാഹരണത്തിന് സാദ്ഹബു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഞാൻ പോകും. ഞാൻ പോകുന്നു മാത്രമേ പറയാനുള്ളൂ. അവിടെ പോകുന്നു എന്നുള്ള അർത്ഥം പറയാൻ പറ്റില്ല. ഇതാണ് അതും കൂടി മനസ്സിലാക്കി വെക്കുക. അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇതാ സൗഫ് നളർന വരുന്നത് എങ്ങനെ പറയാ? ഞാൻ സൗഫ് വരുമ്പോൾ പോകുന്നില്ല. സൗഫ അദ്ഹബു എന്ന് പറയാം. അതെ, സൗഫ അദ്ഹബു ഓക്കെ. അങ്ങനെ പറയാം. ഈ സീൻ സൗഫി ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയ രണ്ടും ഓരോ രൂപത്തിൽ ഉപയോഗിക്കാം. ഫ്യൂച്ചറിന് രണ്ടും കോമൺ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ സൗഫ സാധാരണ കുറച്ചും കൂടി മൈന്യൂട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ സൗഫ എന്നുള്ളത് കുറച്ച് കുറെ കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനൊരു പിന്നെ എന്താ പറയാ ഞാൻ അമേരിക്കയിലേക്ക് പോകുമെന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? സൗഫ അസ്ഹബു. അപ്പൊ കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ്. അതല്ല ഞാനിപ്പാണ് വരാം, കുറച്ച് കഴിഞ്ഞാണ് വരാന്ന് പറയണം. സാത്തിയിലേക്ക് സാദ്ഹബ് അല്ലെങ്കിൽ ഞാനിപ്പോ പോകും. അങ്ങനെ പറയുമ്പോൾ ആണ് ഉപയോഗിക്കാം. അപ്പൊ ഏറ്റവും കരീബായ ഫ്യൂച്ചറിന് സീൻ ഉപയോഗിക്കും. ബഈദായ ഫ്യൂച്ചർ ആണെങ്കിൽ സൗഫി ഉപയോഗിക്കും. അങ്ങനെയാണ്. اوكي اذا نظرنا الى الامثله السابقه فنجد ان الافعال اقرا، اسافر، تكتب، تغسل، يذهب، يرجع، نشرب. നമ്മൾ ഉദാഹരണത്തിൽ വന്ന ഫെയിലുകളാണ് ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം. ഇതെല്ലാം യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനി ഹാലിറിൻ ഔ മുസ്തഖ്ബലിൻ. ഇതെല്ലാം ഹാലിർ ആയ ഒരു സമയം, അതായത് പ്രസന്റ്, ഔ മുസ്തഖ്ബൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഈ രണ്ടാലൊരു സമയത്തിന്റെ മേൽ അറിയിക്കാം. രണ്ട് സമയത്തിന്റെ മേലും അറിയിക്കുന്ന ഒരു പിന്നെ വാക്കാണ്. മസലൻ കലിമത്ത് അക്ര. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അക്ര എന്ന് പറയുന്നത് തദുല്ലു അലൽ ഖിറാഅത്തി ഫി സമനിൽ ഹാലിർ അവിൽ മുസ്തഖ്ബൽ. ഇപ്പോ പ്രസന്റ് ആയിട്ട് ആ പ്രവൃത്തി ഖിറാഅത്ത് നടന്നു എന്നോ അല്ലെങ്കിൽ പിന്നെ ഖിറാഅത്ത് ഇനി ഭാവിയിൽ നടക്കും എന്നോ അറിയിക്കുന്ന ഒരു വാക്കാണ് അക്റഉ. ഫൈസമാകുല്ല ഫിഅലി മിനൽ അഫ്ആലി മിൻ ഹാദ നൗ. ഇങ്ങനെ വരുന്ന ഫിഅലുകൾക്കൊക്കെ നമ്മൾ ഫിഅൽ മുളാരി എന്ന് പറയുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, മുളാരിയുടെ കാര്യം പറയുമ്പോൾ ഫൈദ തഅമ്മല അലൽ അഫ്ആലി മറത്തൻ ഉഖറ. ഒന്നുകൂടി നോക്കിയാൽ നജിദ് കുല്ല വാഹിദ് മിൻഹാ യബ്തദി ബിൽ ഹംസ അവി താഇ അവിൽ യാഇ അവിൻ നൂനി. എല്ലാ ഫിഅലും തുടങ്ങിയിട്ടുള്ളത് ഒന്നുകിൽ എന്തായിരിക്കും? അഖറഉ, അല്ലെ? ഹംസയാണ്. തഖറഉ താ ആണ്. യഖറഉ യാ ഉണ്ട്. നഖറഉ നൂനാണ്. ഇങ്ങനെ ഏതെങ്കിലും വാക്കുകൾ അപ്പൊ ഏതെടുക്കുകയാണെങ്കിലും മുളാരിയ ഫീൽഡിന്റെ ഏത് രൂപം? യഖറഉ, യഖറആനി, യഖറഊന, തഖറഉ, തഖറആനി, പിന്നെ യഖറഅന, തഖറഉ, തഖറആനി, തഖറഊന, തഖറഈന, തഖറആനി, തഖറഊന, അഖറഉ, തഖറഅന, അഖറഉ, നഖറഉ. ഇതാണ് ഇപ്പൊ മുളാരിയ ഫീൽഡിന്റെ വിവിധ രൂപങ്ങൾ. എങ്ങനെ വരികയാണെങ്കിലും അതൊന്നെങ്കിൽ അലിഫ്, ഹംസ, താ, യാ, നൂന്, ഈ നാല് അക്ഷരങ്ങളെ കൊണ്ടാണ് തുടങ്ങുക. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് എന്ത് പറയാം? മുലാറത്തിന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയാം. ഹുറൂഫുൽ മുലാറ. അതും കൂടി ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റാണ്. അങ്ങനെ അതിനെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് അത്തൈന എന്ന് പറയാറുണ്ട്. അലിഫും താ, യാ, നൂൻ, അത്തൈന. അപ്പൊ ഈ വാക്കുകൾ, ഈ അക്ഷരങ്ങൾ സിയാദത്തൻ അലൽ ഹുറൂഫിൽ അസ്ലിയ, അസ്ലിയായ ഹർഫുകളുടെ മേൽ അധികമായിട്ട് വരുന്നതാണ്. അസ്ലിയായ ഹർഫ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് അതിന്റെ മാലി എത്രയാണ് പറയാം? ഇപ്പൊ അഖറഉ എന്നുള്ളതിന്റെ മാലി എന്താ? ഖറ. ഈ ഖറയിൽ എത്ര അക്ഷരം ഉള്ളത്? ഏതൊക്കെ അക്ഷരങ്ങളാ? ഒന്ന് കാഫ്, ഒന്ന് റാ, ഒന്ന് ഹംസ. ഈ 3 അക്ഷരം. ഹംസ. ഈ 3 അക്ഷരങ്ങൾക്കാണ് അസ്ലിയായ അക്ഷരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഫിഅലിന്റെ അല്ലെങ്കിൽ ആ കലിമത്തിന്റെ റൂട്ട് അക്ഷരങ്ങൾ, അതിന്റെ ആദ്യമേ ഉള്ള പുറത്തുനിന്നൊന്നും വന്നു ചേരാത്ത അതിന്റെ മെയിൻ ആയിട്ടുള്ള കോറായിട്ടുള്ള അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ കൊണ്ടാണ് ആ ഫീൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ കത്തബയാണെങ്കിൽ കാഫ്, താ, ബ. അമീലാണെങ്കിൽ ഐന്, മീമ്, ലാം. ഇതിനാണ് എന്ത് പറയാ? അസ്ലിയായ ഹുറൂഫുകൾ. ഇതിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അതിന് പല വാക്കുകളും കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാം. ഇപ്പൊ അമലു എന്ന് പറയുമ്പോൾ ഹംസ വന്നു, തഅമലു എന്ന് പറയുമ്പോൾ താ വന്നു. ഇനി അതേപോലെ തന്നെ തഅമലൂന എന്ന് പറയുമ്പോൾ അവസാനം വാവും നൂനും വന്നിട്ടുണ്ട്. ഇനി ഉആമിലു എന്ന് പറയുമ്പോൾ അവിടെ ഐനിന് ശേഷം ഒരു അലിഫ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. തഅല്ലമു എന്ന് പറയുമ്പോൾ ഒരു താ അധികം വന്നിട്ടുണ്ട്, അലിഫ് അധികം വന്നിട്ടുണ്ട്, പിന്നെ ഒരു ലാം അധികം വന്നിട്ടുണ്ട്. അങ്ങനെ പല രൂപങ്ങളിലും അധികമായിട്ട് സിയാദത്തായിട്ട് ചിലപ്പോൾ ഫീൽഡിന്റെ കൂടെ ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ വന്നത്? മുളാരിയ ഫീൽഡിലാവുമ്പോൾ ഒരു അലിഫ് അല്ലെങ്കിൽ ഒരു താ അല്ലെങ്കിൽ ഒരു യാ, ഒരു നൂന്, ഇത് അധികം വരും.
തുറഫ് ഹാദിൽ ഹുറൂഫ്, ഈ ഹർഫുകൾ, ഈ 4 ഹർഫുകൾ ബിൽ ഹുറൂഫിൽ മുലാറത്തിന്റെ ഹർഫുകൾ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അൽ ഫിഅലുൽ മുലാരി കലിമത്തുൻ തദുല്ലു അലാ അമലിൻ യഹ്സുലു ഫിൽ ഹാദിരി അവൽ മുസ്തഖ്ബൽ, മുസ്തഖ്ബലിലോ ഹാദിറിലോ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയെ അറിയിക്കുന്ന, തദുല്ലു എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്ന കലിമത്തിന്. ഇവിടെ ചിലയിടത്തൊക്കെ ഡെഫിനിഷനിൽ ലഫ്ല് എന്ന് പറയുന്നുണ്ടാവും, ചിലയിടത്ത് കലിമത്ത് എന്ന് പറയുന്നുണ്ടാവും. രണ്ടെല്ലാം ഒന്നിനെ ഉണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ കലിമത്തുൻ തദുല്ലു അലാ അമലിൻ യഹ്സുലു ഫിൽ ഹാദിരി അവൽ മുസ്തഖ്ബൽ എന്ന് പറയാം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, ലഫ്ലുൻ തദുല്ലു അലാ ലഫ്ലുൻ യദുല്ലു അലാ അമലിൻ യഹ്സുലു ഫിൽ ഹാദിരി അവൽ മുസ്തഖ്ബലി എന്ന് പറയാം. ഓക്കെ, എബ്തദിഉൽ ഫിഅലുൽ മുലാരി ദായിമൻ, മുലാരി ആയ ഫിഅല് തുടങ്ങും. തുടങ്ങും ഉണ്ടോ, നമ്മൾ തുടങ്ങും അല്ലെങ്കിൽ തുടങ്ങുന്നു. നമ്മളൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമം പറയണം, അപ്പൊ നമുക്ക് അവിടെ തുടങ്ങും എന്ന് പറയാം. എബ്തദിഉ മുലാരിയ ഫിഅലാണ്, നമ്മൾ അതിന് ഫ്യൂച്ചർ ടെൻസിന് ഒരർത്ഥമായിട്ട് പറയാം. എബ്തദിഉൽ ഫിഅൽ മുലാരിയ ഫിഅല് തുടങ്ങും അല്ലെങ്കിൽ തുടങ്ങും. ദായിമൻ എല്ലാ സമയത്തും. ബിഹർഫിൻ മിൻ അഹ്റുഫിൽ മുലാറഅതി, മുലാറഅത്തിന്റെ ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫ് കൊണ്ടായിരിക്കും. അഹ്റഫ് എന്ന് പറഞ്ഞാലും ഹുറൂഫ് എന്ന് പറഞ്ഞാലും ഹർഫിന്റെ ജമ്മാണ്, 2 ജമ്മുണ്ട്. ഹർഫ് ജമ്മ്, ഹുറൂഫ് അല്ലെങ്കിൽ അഹ്റുഫ്. വഹിയ അൽ ഹംസ, ഏതൊക്കെയാണത്? ഒന്ന് ഹംസയാണ്, വത്താഉ വല്യാഉ വന്നൂനു. ഈ ഹർഫുകളാണ് മുലാറത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുലാറത്തിന്റെ അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ടും കൂടിയാണ് അതിനെ മുലാരി എന്ന് പറയുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഓട്ടെ, അല്ലാതെ അതിന്റെ ഈ ടൈം കണക്ട് ചെയ്തുകൊണ്ടുള്ള മീനിങ്ങിനെ പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് അതിനെ ഹാലർ എന്നും മുസ്തഖ്ബിൽ എന്നൊക്കെയാണ് വിളിക്കേണ്ടിയിരുന്നത്. അപ്പൊ അറബി ഭാഷയിൽ ശരിക്കും സാധാരണ ഇംഗ്ലീഷിലൊക്കെ ഉള്ളതുപോലെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനിലല്ല ഫെയിലുകളെ ബേസിക്കലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫെയില് മാലി, മുലാരി, അമ്ര എന്ന് പറയുന്നത് അതിന്റെ ഫോം, അതിന്റെ ഒരു സീഗ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിന്റെ വസിന്, അതൊക്കെ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തതാണ്. അപ്പൊ മുലാരി എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, എഫ് അലു എന്നുള്ള ആ രൂപത്തിൽ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. മുലാരിയ ഒരു ഫെയില് എഴുതി കൊടുക്കാനാണ്. ഡാഷ് അൽ ഉമ്മു എന്താണ്? ഫെയിൽ എന്ന് പറഞ്ഞാൽ വെക്കുക, ആഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. മുലാരിയൻ ഫിൽ മക്കാനിൽ ഖാലി, ഒഴിഞ്ഞ സ്ഥലത്ത്. അൽ ഉമ്മു ഔലാദഹ, ഉമ്മ മക്കളെ എന്താണ് ചെയ്യാം? തുഹിബ്ബു. തർബിയ, തുഹിബ്ബു എന്ന് പറയാം. തർബിയ, അതിന്റെ ഫെയിൽ എങ്ങനെ പറയാം? റബ്ബ യുറബ്ബി എന്നാണ്. തുറബ്ബി അൽ ഉമ്മു ഔലാദഹ, തുഹിബ്ബു അൽ ഉമ്മു ഔലാദഹ. അന്നസീഹ മിനൽ ആക്കിൽ, നസീഹത മിനൽ ആക്കിൽ, ബുദ്ധിമാനിൽ നിന്നും ഉപദേശം. ഹസല, ഹസല, യസ്ഹലു. ഹസല, അവിടെ നസീഹത്തിന് എന്താണ്? നസീഹത്ത് ബുദ്ധിമാനിൽ നിന്ന് ഉപദേശം. ഹസലത്ത്, നസീഹത്ത്, മുലാരിയാണ്, മുലാരി പറയണം, മുലാരിയായ ഫീല് പറയണം. യസ്ഹലു. യഹ്സുലു. ഓക്കെ, യഹ്സുലു. അപ്പോ യഹ്സുലു പറയുമ്പോ പിന്നെന്താ പ്രശ്നം വെച്ചാൽ അവിടെ ഒരു ഫായിലും കൂടിയും പറയണം. ഇവിടെ ഇപ്പൊ നസീഹത്ത് എന്നുള്ളത് നസീഹത്തിനെ സ്വീകരിക്കുന്നു, ആര് സ്വീകരിക്കുന്നു എന്ന് പറയണം. അപ്പൊ ഇവിടെ ഒരു ഫെയില്, അതിന്റെ ഫെയിൽ ആയ ഒരു ജുംലയുടെ സ്ട്രക്ചറിൽ ഒരു ഫെയിൽ കഴിഞ്ഞ ഒരു ഫായിലും കൂടി പറയണം. അതും കൂടി പറഞ്ഞോളൂ. അതിവിടെ കൊടുത്തില്ല, അതും കൂടി കൊടുത്താൽ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ സ്വീകരിക്കുന്നു എന്ന് എങ്ങനെ പറയാം? സഅൽതു എന്ന് പറഞ്ഞാല് മാലിയായില്ലേ, ഞാൻ ചോദിച്ചു എന്നാണ് അർത്ഥം. ഹംസഡ അഹ്സലു അന്നസിഹത മിനൽ ആക്കിൽ. ഇവിടെ കുറച്ചുകൂടി നല്ലത് ഇതാണ്, അഹദയുടെ മുലാരി എടുക്കുക. അഹദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. അപ്പൊ ആഹുദു യഹുദു, അത് ആഹുദു അങ്ങനെ വരും. അഹുദു എന്നാണ് ശരിക്ക്. അഹുദു 2 ഹംസ ഉണ്ട്, അതിനെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് പറയാം ആഹുദു അന്നസിഹത മിനൽ ആക്കിൽ. ഓക്കെ, അല്ലെങ്കിൽ അസ്മഉ എളുപ്പം പറയുകയാണെങ്കിൽ അസ്മഉ
ഞാൻ കേൾക്കും എന്നല്ല. മിനൽ മദ്രസത്തെ മസാഅൻ, يرجع വൈകുന്നേരം സ്കൂളിൽ നിന്ന് أذهب يرجع അഖ്റജു അല്ലെങ്കിൽ അദ്ഹബു. ആ, أذهب അദ്ഹബു. മടങ്ങുക എന്നുള്ള എന്താ പറഞ്ഞ? മടങ്ങുക. رجع يرجع رجاء أرجو അർജിഉ. അർജിയോ. ഓക്കെ, അർജിയോ. رجعت എന്ന് പറയോ? അർജിയോ. അവിടെ റജായത്ത് എന്ന് പറയുമ്പോൾ മാലിയല്ലേ? മാലി يرجع. മുതാരി അല്ല അതാണ് പറഞ്ഞത്. അർജിഉ. നമുക്ക് ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പൊ റജായത്ത് എന്ന് എഴുതി. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മുതാരി ആയ ഫീൽഡിന്റെ തുടക്കത്തിൽ എപ്പോഴും എന്തുണ്ടാവും എന്നാണ് പറഞ്ഞത്? يا യാ, ഹംസ നൂനി ഹംസ, താഴെ. حمزة نون يا ഇപ്പൊ റജായത്ത് എന്ന് പറഞ്ഞ അതിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അത് മുതാരി അല്ല. അപ്പൊ മുതാരി ആകുമ്പോൾ എപ്പോഴും എന്തുണ്ടാവും? ഒന്നുകിൽ എർജിയോ എന്ന് പറയണം, അല്ലെങ്കിൽ ترجيو لا അർജിയോ എന്ന് പറയണം, അല്ലെങ്കിൽ ترجيو അർജിയോ എന്ന് പറയണം, അല്ലെങ്കിൽ നെർജിയോ എന്ന് പറയും. ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും മുതാരി വരിക. അപ്പൊ നെർജിയോ എന്ന് നമുക്ക് ഇവിടെ പറയാം. നെർജിയോ മിനൽ മദ്രസത്തി മസാൻ. അപ്പൊ നമ്മൾ മദ്രസയിൽ നിന്ന്. ഓക്കെ. അൽ അബു അസയ്യാറ, ഉപ്പ. യർകബു. യശ്തരി. اشتري الأبو سيارة. യശ്തരി അൽ അബു അസയ്യാറ. അലബു സയ്യാറ. ഓക്കെ. ഇപ്പൊ ഇവിടെ എല്ലാ അക്ഷരങ്ങളും വന്നു. താവ് വന്നു, ഹംസ വന്നു, നൂന് വന്നു, യാ വന്നു, അല്ലെ? അപ്പൊ അതുപോലെ നിങ്ങൾ കുറച്ച് കൂടുതൽ സെന്റൻസുകൾ മുതാരിയ ഫെയിൽ വെച്ചിട്ട് എഴുതി നോക്കിട്ടോ. ഇനി അമ്രും കൂടിയും പറയാം നമുക്ക്. അപ്പൊ ഫെയിൽ അമ്ര, അമ്രിന്റെ പറഞ്ഞ പോലെ അമ്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? കൽപ്പിക്കുക. കൽപ്പിക്കുക, കൽപ്പന. അമ്രിന് പല അർത്ഥത്തിൽ ഉപയോഗിക്കും അല്ലെ? അമ്ര കാര്യം എന്ന് പറയും. അമ്ര ഉമൂർ, ഉമൂറുൽ ഇസ്ലാം അല്ലെ ഉമൂർ ദീനിയ, ഉമൂർ ഇസ്ലാമിയ എന്നൊക്കെ പറയും. അപ്പൊ അമ്ര കാര്യം നടത്തേണ്ടത്. അമറ, അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു. പല അർത്ഥങ്ങളുണ്ടാവും. അതെ, ഒരു വേർഡിന് കുറെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് കൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കമാൻഡ്, ഒരു അഫർമേഷൻ, കൽപ്പിക്കുക, ഒരു കമാൻഡ്. പക്ഷെ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ശരിക്കും ഭയങ്കര കൽപ്പനയുടെ ഒരു ഉത്തരവിന്റെ സ്വരം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമുക്ക് നോക്കാം. ഉക്തുബ് ദർസക്ക എന്താ അർത്ഥം? നീ നിന്റെ പാഠം എഴുത്. ഉക്തുബ്, നീ എഴുതുക. നീ എഴുത്. നീ എഴുത്, നീ നീ എഴുത്. എഴുതുക. ദർസനിന്റെ പാഠം. ദർസക്ക നിന്റെ പാഠം നീ എഴുത്. ഇൽബസ് സിയാബക, നീ നിന്റെ വസ്ത്രം ധരിക്കുക. നിന്റെ വസ്ത്രം ധരിക്കുക. അതേപോലെ തന്നെ ഇദ്ഹബ് നീ പോകും. ഇലാ മദ്രസത്തി, നിന്റെ മദ്രസയിലേക്ക് നീ പോവുക. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും ഈ വാക്കുകളുടെ ഒക്കെ മീനിങ്ങിൽ എന്തുണ്ട്? ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടാണ് അല്ലെ? ഉക്തുബ് എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് ടു ഡു അല്ലെ? എന്ത് ചെയ്യാന്? കിതാബത്തിന് വേണ്ടിയിട്ട്. കതബ എന്നുള്ള ഫേലിനെ, ആ ഒരു കിതാബത്തെ എഴുതുക എന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ വേറൊരാളിൽ നിന്ന് ആവശ്യപ്പെടാൻ, റിക്വസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടാന്നുള്ള എന്താ പറയാ? തൊലബ് എന്നാണ് പറയാം. ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ ശരിക്കും കമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ദുആ ചെയ്യാറില്ലേ? നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയാ? ഒരു ദുആയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക, ഏതെങ്കിലും ഒന്ന്. നിങ്ങൾ സാധാരണ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഒരു വാക്ക് അറബിയിൽ. ഓക്കെ, റബ്ബന ആത്തിന അല്ലെ? റബ്ബന എന്നുള്ളതാണ് വിളിക്കണം. ആത്തിന, ആത്തിന എന്ന് പറയാൻ അതൊരു അമ്രാണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? എനിക്ക് നീ നൽകണം. എനിക്ക് നൽകു. ആത്തിന. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ കമാൻഡ്, കൽപ്പനയാണെങ്കിൽ അള്ളാഹുവിനോട് കൽപ്പിക്കുകയാണ്. ആവശ്യപ്പെടലല്ലോ. അപ്പൊ അള്ളാഹിനോട് കൽപ്പിക്കല് വരുമോ? അള്ളാഹിനോട് നമുക്ക് കൽപ്പിക്കാൻ പറ്റുമോ? അതെ. അപ്പോ അതേപോലെ അല്ലാഹുമ്മഗ്ഫിർലി, അള്ളാഹുവിനെ എനിക്ക് പുറത്ത് തരണേ എന്ന് വളരെ വിധേയമായിട്ട് അല്ലെങ്കിൽ വിനയത്തോടു കൂടി നമ്മൾ ആവശ്യപ്പെടുക. താഴ്ന്ന് പിന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അവിടെ പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം എന്താണ്? അമ്രാണ് അല്ലെ? അപ്പൊ അമ്ര ഇപ്പൊ നമ്മളൊരു പിന്നെ ഫ്രണ്ടിനോട് പറയാണ്, എന്താ പറയാ, ആ പേനൊന്ന് തരൂ എന്ന് പറയണം. നിന്റെ പേനൊന്ന് തരൂ എന്ന് പറയുമ്പോൾ ഹാത്തിനെ കലമൻ. അവിടെ നമ്മൾ അമ്ര ഉപയോഗിക്കുക, ഹാത്തിനെ കലമൻ. പക്ഷെ അത് ഭയങ്കര കൽപ്പനയാണോ? അതേപോലെ നമ്മുടെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹെഡാണ്. ആ ഹെഡിനോട് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും അവിടെ നമ്മൾ അമ്രനാണ് ഉപയോഗിക്കുക.
നമ്മുടെ താഴെയുള്ള നമ്മുടെ ചെറിയൊരു കുട്ടിയോട്, ചെറിയൊരു കുഞ്ഞിനോട് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവിടെ അറബിയിൽ ഉപയോഗിക്കുക അമ്ര തന്നെയാണ്. അപ്പൊ പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ അമ്ര തന്നെയാണ്. പക്ഷെ ഓരോ കോണ്ടെക്സ്റ്റിലും അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. എന്തായാലും ഏതർത്ഥാണെങ്കിലും ഒന്നെങ്കിൽ അത് റിക്വസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരാളോട് താഴെക്കിടയിലുള്ള ഒരു ജോലിക്കാരനാണ്, അയാളോട് നിർബന്ധമായിട്ട് ചെയ്യാൻ വേണ്ടി പറയാം, അപ്പോഴും അമ്ര തന്നെ ഉപയോഗിക്കും. ഒരു രാജാവ് അവരുടെ സൈന്യത്തിനോട് കൽപ്പിക്കുകയാണ്, അപ്പോഴും അവിടെ കൽപ്പന തന്നെയാണ് അവർ. അപ്പോൾ പല അർത്ഥത്തിലും ഈ അമ്ര ഉപയോഗിക്കും. നമ്മൾ കോമൺ ആയിട്ട് അമ്ര കൽപ്പന എന്ന് അർത്ഥം പറയുമെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റൊരാളോട് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക, അതാണ് അമ്രിൽ നടക്കുന്നത്. അപ്പൊ ആ പ്രവൃത്തി എപ്പോഴാണ് ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫെയിൽ എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയെ ഒരു സമയമായിട്ട് കണക്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടാണ് ഉക്തുബ്, എഴുതൂ. അപ്പൊ ഈ എഴുത്ത് എപ്പോഴാണ് നടക്കുക? ഏത് സമയത്താണ്? ഇവിടെ പ്രസന്റ് ആണോ? زمن المستقبل. മുസ്തഖ്ബലാണ്. ഓക്കെ. അപ്പൊ അമ്ര ഫെയിലിന്റെ ടൈം ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും? زمن المستقبل. മുസ്തഖ്ബലാണ്. അപ്പോ അമ്രിന്റെ ഒരു പ്രത്യേകത അതെപ്പോഴും ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനാണ് എന്തെന്ന് പറയാം? അമ്ര എന്ന് പറയാം. യെസ്. അപ്പൊ അമ്ര എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ഭാവി കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്ന കലിമത്തിന്, വാക്കിന് അമ്ര എന്ന് പറയുന്നു. ഇത്രയുള്ള അമ്ര. അതാണ് ഫീലിൽ അമ്ര എന്ന് പറയുക. കലിമത്തുൻ ഒരു വാക്കാണ്. തുത്ലബു ബിഹ അതുകൊണ്ട് ആവശ്യപ്പെടുന്നു, റിക്വസ്റ്റ് ചെയ്യപ്പെടുന്നു. ഹുസൂൽ ഷൈഇൻ ഒരു കാര്യം ഉണ്ടാവാൻ ആവശ്യപ്പെടുന്നു. ഫിൽ സമനിൽ മുസ്തഖ്ബലിൽ ഭാവിയിൽ. അപ്പോ ഇരിക്കുക, നീ ഇരിക്ക്, നീ എഴുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ പറഞ്ഞതിന് ശേഷമാണ് എന്തായാലും അത് നടക്കുള്ളൂ, ആ പ്രവൃത്തി സംഭവിച്ചതിന് ശേഷം. അതായത് വാക്ക് പറഞ്ഞതിന് ശേഷമാണ് അത് സംഭവിക്കുക. അപ്പൊ അത് ഫ്യൂച്ചറിലായിരിക്കും ഉണ്ടാവും. അതാണ് ഇനി പറയുന്നത്. ഇത് അമൽന ഫിലംസിലെ സാബിക്കായി പറഞ്ഞ 3 ഉദാഹരണങ്ങൾ. ഉക്തുബ്, അൽ ഇൽബസ്, ഇദ്ഹബ്. വജദ്ന അൽ-അഫ്ആൽ അല്ലതി ഫി അവ്വലിഹ അതിന്റെ ആ സെന്റൻസുകളുടെയൊക്കെ ആദ്യത്തിലൊരു കലിമത്തുണ്ട്. എന്തൊക്കെയാണ്? തദുല്ലു അല അന്നൽ മുത്തകല്ലിം ആ വാക്കുകൾ അർത്ഥമാക്കുന്നത് എന്താണ്? മുത്തകല്ലിം എന്ന് പറഞ്ഞാൽ ആരാ? സംസാരിക്കുന്നവൻ. ആരാണോ ഈ സെന്റൻസുകൾ പറയുന്നത് ആരോ അയാളാണ് മുത്തകല്ലിം. യത്ലുബു മിനൽ മുഖാത്തബി മുഖാത്തബിനോട് ആവശ്യപ്പെടുന്നു. ആരാണ് മുഖാത്തബ്? ഇപ്പോ മുത്തകല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. അപ്പൊ മുഖാത്തബ് ആരായിരിക്കും? കേൾക്കുന്ന ആൾ. അതെ. അതായത് അഭിസംബോധകൻ. നമ്മുടെ മുമ്പിൽ ആരോടാണോ പറയുന്നത് അയാളോട് ആവശ്യപ്പെടാൻ. ബിഹാദിഹിൽ അഫ്ആലി ഈ പ്രവൃത്തികൾ ആവശ്യപ്പെടാൻ. ഹുസൂൽ ഷൈഇ മിനൽ അശ്യാ അതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി പറയാം. ഉമറുഹു അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അമലൻ ഒരു പ്രവൃത്തി ചെയ്യാൻ. ഫി സമനിൽ മുസ്തഖ്ബൽ ഭാവിയിൽ. ബഅദ വഖ്തി തകല്ലും ഭാവിയിൽ എന്ന് പറഞ്ഞാൽ അത് സംസാരിച്ചതിന് ശേഷം. നീ എഴുത് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുത് എന്ന വാക്ക് ഉച്ചരിച്ചതിന് ശേഷമാണ് എഴുതുക എന്ന പ്രവൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോ ഉദാഹരണം പറയുന്നത് ഉക്തുബ് എന്ന് പറയുമ്പോൾ ഉക്തുബ് എഴുത്, ഇൽബസ് നീ ധരിക്ക്, ഇദ്ഹബ് നീ പോക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ആ പ്രവൃത്തികൾ ഉണ്ടാവുള്ളൂ. ഫീ ഹാദാ ഉമറുൽ മുത്തകല്ലിമു അൽ മുഖാതബ ഇവിടെ എല്ലാം മുത്തകല്ലിം സംസാരിക്കുന്ന ആള് അഭിസംബോധകനോട് ആവശ്യപ്പെടുന്നു യഖൂമ ബിഅമലിൻ ഫിൽ മുസ്തഖ്ബൽ ഭാവിയിൽ ഒരു പ്രവൃത്തി നിർവഹിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നു. ലിദാലിക യുസമ്മ കുല്ലു ഫിഅലിൻ മിൻ ഹാദിഹിൽ അഫ്ആലി അപ്പോൾ ഈ ഫീലുകൾ അതുകൊണ്ടാണ് ഈ ഫീലുകൾക്കൊക്കെ എന്ത് പറയപ്പെടുന്നത്? യുസമ്മ എന്ന് പറയപ്പെടുന്നു ഫിഅൽ അംറിൻ അംറിന്റെ ഫിഅൽ എന്നാണ് അതിന് പറയാം. നേരത്തെ പറഞ്ഞിടത്തൊക്കെ നമ്മൾ പറയുമ്പോൾ അൽ ഫിഅലുൽ അംർ എന്ന് പറയരുത്. അൽ ഫിഅലു അലിഫ് ലാം ഇട്ടിട്ടാണ് പറയാം. അൽ ഫിഅലു അൽ മാലി, അൽ ഫിഅലു അൽ മുലാരിഉ എന്നാ മൂന്നാമത്തെ പറയുമ്പോൾ എങ്ങനെ പറയാം? അൽ ഫിഅലുൽ അംർ എന്നാണ് അവിടെ കൊടുത്തത്. ഫിഅലുൽ അംരി അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. അൽ ഫിഅലുൽ അംരി എന്ന് പറയും. കാരണം അതിന്റെ സ്ട്രക്ചർ അത് നമ്മൾ ഇനി പിന്നെ പഠിക്കും. ഇലാഫത്തായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. മറ്റോടത്ത് രണ്ടിടത്തും ഇവിടെ ഇവിടെ അലിഫ് ലാം ഇല്ലേ? ഫിഅലുൽ അംരി എവിടെ? ഇവിടെ ഉണ്ടല്ലോ ഇതില്. ഈ ലാസ്റ്റ് പേര് അതില് ഫിഅലുൽ അംരി അങ്ങനെ പറയാം. ഫിഅലുൽ അംർ ഫിഅലുൽ അംരി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അൽ ഫിഅലുൽ അംർ എന്ന് പറയും. സർ ഒരു ഡൗട്ട്, ഇതിന് മുലാറത്തിന്റെ അക്ഷരം പോലെ അംറിന് അങ്ങനെ അക്ഷരങ്ങളുണ്ടോ? ഇല്ല. ഈ മുലാരിയായ ഫീലിൽ നിന്നാണ് അമ്ര എടുക്കുക. അമ്ര എടുക്കുന്നത് നമ്മൾ ഇനി പിന്നെ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒരു മോഡൽ എങ്ങനെയാണ് അമ്ര വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്
കത്തബയുടെ മുലാരി എന്താ? കത്തബ എന്റെ മുലാരി യക്തുബു. യക്തുബു അല്ലെ? يكتب യക്തുബു. അപ്പൊ യക്തുബു എന്ന് എഴുതാം നമുക്ക് ആദ്യം. ബു യക്തുബു. ഇനി അമ്ര, ഈ ഫീൽഡ് ഈ മുലാരി എന്നാണ് അമ്ര വരിക. അപ്പൊ യക്തുബു എന്നുള്ള അമ്ര വരുന്ന സമയത്ത് ആദ്യം ചെയ്യാനുള്ളത് ഈ മുലാറാത്തിന്റെ അക്ഷരത്തെ ഒഴിവാക്കുക. ഏതാണ് മുലാറാത്തിന്റെ അക്ഷരം? യ യാ يا എഴുതുക. പിന്നെ പിന്നെ കാഫിന്റെ ഹർക്കത്ത് അവിടെ ക്ക് എന്നാണ്. ക്ക് അല്ലേ? ക്ക് തു ബു. അങ്ങനെ വായിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് അറബിയിൽ ഒരു ഒറ്റ വേർഡ് നമുക്ക് കാണാൻ പറ്റില്ല. അറബിയിൽ എത്ര വാക്കുണ്ട്? സുക്കൂൻ കൊണ്ട് തുടങ്ങുന്ന ഒരു വേർഡ് അറബിയിലില്ല. മറ്റു ഭാഷയിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ സ്കൂൾ, സ്പൂൺ എന്നൊക്കെ പറയും അല്ലേ? അതൊരു പിന്നെ സുക്കൂന്റെ ആ ഒരു സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നത്. അറബിയിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സൗകര്യത്തിന് ഒരു അലിഫ് കൊടുക്കണം. ഒരു അലിഫ് കൊടുക്കും. അപ്പോ എന്തായി? ഒന്നും ആയിട്ടില്ല. ഇനി ലാസ്റ്റ് ഇനി ചെയ്യാനുള്ളത് ഈ അലിഫ് കൊണ്ടുവന്നിട്ടുള്ളൂ. അലിഫ് എന്ന് പറഞ്ഞാൽ എന്താ? അലിഫിന് ഹർക്കത്തുണ്ടോ? ഹർക്കത്തില്ലാത്തതിനാണ് നമ്മൾ അലിഫ് എന്ന് പറയുള്ളൂ. അലിഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഹർക്കത്തില്ലാത്ത ആ ഒരു പിന്നെ ലെറ്ററിനാണ് എന്ത് പറയുന്നത്? അലിഫ് എന്ന് പറയാം. അപ്പൊ ഇനി അതിന് ഒരു ഹർക്കത്ത് നമ്മൾ കൊടുക്കുകയാണ്. ഇതിന് ഹംസ എന്നാണ് പറയാം. ഹംസ ഉണ്ടോ ശരിക്കും? ഈ ഹംസക്ക് പറയുന്ന പേര് വസ്ലിന്റെ ഹംസ എന്നാണ്. നമ്മൾ ബേസിക് ഒരു ഹംസ കൊണ്ടുവരുന്നു, എന്നിട്ട് അതിനൊരു ഹർക്കത്ത് കൊടുക്കണം. ആ ഹർക്കത്ത് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം? അത് ഈ മുലാരിയായ ഫെയിലിനെ നോക്കിയിട്ടാണ്. ഈ മുലാരിയായ ഫെയിലിന്റെ രണ്ടാമത്തെ അവസാനത്തെ നിന്ന് രണ്ടാമത്തെ അക്ഷരം ഉണ്ടല്ലോ, സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ, അതിന്റെ ഹർക്കത്ത് ലമ്മാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അലിഫിന് ഈ ഹംസക്ക് ലമ്മ് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റത്തെ ലെറ്ററിന്റെ ഹർക്കത്ത് മാറ്റിയിട്ട് സുക്കൂനാക്കുക. അപ്പൊ എന്തായി? ഉക്തുബ്. ഇനി വേറൊന്ന്, ഇനി ഫതഹ് യഫ്തഹു, യഫ് തഹു. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സുക്കൂന് അത് നമുക്ക് ഇങ്ങനെ പറയാൻ പാടില്ലേ? മുലാരിയ ആയ ഐനിൻ ഫിയലിന് ലൊമ്മ് വന്നിട്ടുണ്ടെങ്കിൽ ലൊമ്മ് വെച്ചായിരിക്കും തുടങ്ങുന്നത്. ഐനിൻ ഫിയലിന് ഫതഹോ കെസറോ ആണെങ്കിൽ കെസർ വെച്ചായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെയല്ലേ? എന്തോ അതാണ് അതിന്റെ നിയമം. ഞാനത് നിങ്ങൾക്ക് കുറച്ചുകൂടി ലഘുവായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്ന് പറഞ്ഞത്. മനസ്സിലായോ? നിയമം അതാണ്, അതിന്റെ കായിക അതാണ്. ഓക്കെ, ഇത് ഫതഹ. അപ്പൊ യഫ്തഹു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ യാഗ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹംസ കൊണ്ടുവരാം. പിന്നെ ഇവിടെ ഉള്ളത് ഫതഹ ആണ്. അപ്പൊ ഫതഹ് ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് കൊടുക്കും? ഈ അലിഫ് ഈ ഹംസക്ക് കെസറാണ് കൊടുക്കുക. ഫതഹ അല്ല കൊടുക്കുക, കെസർ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് സുക്കൂൻ കൊടുക്കുക. അപ്പൊ എന്തായി? ഇഫ്തഹ്. അത് ഓക്കെ. അതുപോലെ തന്നെയാണ് കെസർ ആണെങ്കിലും. ഇപ്പോ ഉദാഹരണത്തിന് അല്ല, എർജിയോ. ഇവിടെ ജീമിന് കെസറാണ് അല്ലെ? എർജിയോ ഇവിടെ കെസറുണ്ട്. അപ്പൊ നമ്മളിവിടെ യാഗ് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഹംസ കൊടുത്തിട്ട് ആ ഹംസക്ക് വേണ്ടി എന്ത് കൊടുക്കാം? കെസറാണ് കൊടുക്കുക. അപ്പൊ ഇവിടെ നിയമത്രേ ഉള്ളൂ. നേരത്തെ നിങ്ങൾ ഒരാൾ പറഞ്ഞു ഫതഹു മുലാരിയുടെ രണ്ടാമത്തെ അക്ഷരം ഐൻ എന്നാണ് പറയാം. അതായത് രണ്ടാമത്തെ അക്ഷരം നമ്മൾ അതൊന്നും പഠിച്ചില്ലല്ലോ, സർഫിലാണ് അതൊക്കെ പറയാം. അപ്പൊ രണ്ടാമത്തെ അക്ഷരത്തിന് രണ്ടാമത്തെ എന്നല്ല, ആ ഫെയലിന്റെ രണ്ടാമത്തെ അക്ഷരം അത് ഫതഹ ആണെങ്കിൽ അല്ലെങ്കിൽ അത് കെസർ ആണെങ്കിൽ ഈ ഹംസക്ക് കെസർ കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് സുക്കൂൻ ചെയ്യും. അത് രണ്ടാമത്തെ അക്ഷരം ലമ്മാണെങ്കിൽ ഹംസക്ക് ലമ്മ് കൊടുക്കും. അങ്ങനെയാണ് വരിക. ഇനി ചില വാക്കുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വല, ഇതിന്റെ മുലാരി യലഉ എന്നാണ് വരിക. ഇത് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പമാണ്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് എന്താണ്? മുലാറാത്തിന്റെ അക്ഷരം കളഞ്ഞു. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് യലഉ എന്നാണ് ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ വായിക്കാം. യെസ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ലാദ് നമുക്ക് വായിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു ഹംസ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഹംസ നമ്മൾ എന്തിനാ കൊണ്ടുവന്നേ? ഹംസ അവിടെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട്, സുക്കൂനോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഹംസ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ എത്ര ചെയ്താൽ മതി? ഇവിടെ സുക്കൂൻ ഇട്ടോടെ ഇല്ല. അതേപോലെ വേറൊരു എക്സാമ്പിൾ ഇല്ലേ? ഞാമ എന്നറിയില്ല, ഉറങ്ങുക എന്നുള്ളത്. അതൊക്കെ സർഫിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകണം. അത് മനസ്സിലായി. എനാമു എന്ന് പറയുമ്പോൾ
എനാമു. ഇവിടെ ഇതേപോലെ തന്നെ എനാമു എന്ന് പറയുമ്പോൾ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. യാ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാമ അല്ലെങ്കിൽ നാമു. അവിടെ മീമിന് സുക്കൂൻ കൊടുക്കുക. ഇവിടെ സുക്കൂൻ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താ വെച്ചാല് മീമിന്റെ തൊട്ട് മുമ്പുള്ള അലിഫാണ്. അലിഫിന്റെ ഹർക്കത്തും സുക്കൂനാണ്. അപ്പൊ രണ്ട് സുക്കൂനുകൾ അറബിയിൽ ഒന്നിച്ച് ഉണ്ടാവാൻ പാടില്ല എന്നാണ് കോമൺ നിയമം. അതുകൊണ്ട് എന്ത് ചെയ്യും? അലിഫ് കളഞ്ഞു. ഇപ്പൊ എന്തായി? നം. നം. അതാണ് നമ്മൾ സാധാരണ കും എന്ന് പറയല്ലേ, കും. അപ്പൊ ഈ കും എങ്ങനെ വന്നത്? യഖൂമു. യഖൂമാണ്. യഖൂമുൽ ഈ പറഞ്ഞ പോലെ യാ കളഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് കൂം എന്നാണ് വരിക. കൂം. ഇങ്ങനെ വരില്ല. കാരണം എന്താ? രണ്ട് സുക്കൂൻ ഇവിടെ വന്നു. ഇവിടെ രണ്ട് സുക്കൂൻ വന്നു. മീമിന്റെ സുക്കൂന് പിന്നെ വാവിന്റെ സുക്കൂന്. അപ്പൊ ഇവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയാൻ എളുപ്പത്തിന് വേണ്ടി വാവിനെ കളയും. കും. ഇനിയിപ്പോ ഈ സുക്കൂന് പോവാന്ന് വിചാരിക്കാം. കും എന്നുള്ളതിന് മീമിന് സുക്കൂന് ചില സമയത്തൊക്കെ പോകും. യഖൂമു, കൂമു എന്ന് പറയണത് ജമ്മാക്കിയിട്ട് പറയാമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് കുമു എന്നല്ല പറയാം. അപ്പൊ വാവ് തിരിച്ചു വരും. കാരണം എന്താ? മീമിന്റെ സുക്കൂന് പോയി അവിടെ ലൊമ്മായി വരും. അപ്പൊ കൂമു എന്ന് പറയും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിലൊക്കെ പഠിക്കാനുണ്ട്. എല്ലാം കൂടി ഒറ്റ ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഇപ്പൊ നമ്മള് മാലി എന്താണ്, മുലാരി എന്താണ്, അമ്ര എന്താണെന്ന് പഠിച്ചു. പിന്നെ ഇതിലൊരു തംറീനകത്ത് എന്താണ്? ഇഖ്റൽ ജുമലൽ ആതിയ വമയ്യിസ് അഫ്ആലൽ മാദിയ വൽ അഫ്ആലൽ മുലാരിയ വ അഫ്ആലൽ അംർ. മുലാരി, മാലി, ഫിഅൽ, അംർ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യശ്റഹുൽ മുഅല്ലിമു അദ്ദർസ ലിത്തുല്ലാബി. ഇതില് ഞാൻ മീനിങ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറയാം. ഇതിൽ എന്താണ്, ഏത് ഫീലുള്ളത്? മുതാരി. ഏതാണ് മുലാരി? യശ്റഹു മുലാരി. കാരണം നമുക്ക് മനസ്സിലാകാം ഇതിലെന്താണ്. അതില് മുലാറത്തിന്റെ അക്ഷരം ഉണ്ട് അല്ലേ? യശ്റഹു. പിന്നെ നെക്സ്റ്റ് യുസാഇദുൽ അത്ഫാൽ ഫീ തൻളീഫി അൽ ഗുർഫ. യുസാഇദു. യുസാഇദു എന്ന് പറയുന്നത് അർത്ഥം സഹായിക്കുന്നു. സഹായിക്കാം. എല്ലാം മീനിങ് എല്ലാം അറിയില്ല. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടോ. തൻളീഫ് എന്ന് പറഞ്ഞാല് വൃത്തിയാക്കുക. ക്ലീനിങ്. ഓക്കെ. നെക്സ്റ്റ് സാറ തുല്ലാബു ഹദീഖത്തൽ ഹൈവാൻ. ഇതിലോ ധാറമാളി. ഓക്കെ. സമിഅ അലിയുൻ നഷീദത്തൻ. മാളി. ഓക്കെ. ഇദ്ഹബ് ഇല സൂഖി. ഇസ്തൈഖൽ മുബക്കർ. അതെങ്ങനെ വായിക്കാം? ഇസ്തൈഖൽ അമ്രായിട്ടാണല്ലേ? ഇസ്തൈഖലാന്ന് വായിക്കരുത്. നമ്മളെങ്ങനെയാണ് വായിക്കുന്നത് അതിനനുസരിച്ച്. മുബക്കിറൻ. ഇസ്തൈഖൽ മുബക്കിറൻ, നേരത്തെ എഴുന്നേൽക്കുക. ഇസ്തൈഖൽ. ഓക്കെ. ഇനിയുണ്ടല്ലോ എന്താണ്? ഉദ്കുറ സലാസ അഫ്ആൽ മുലാരിയ തബ്ദഉ ബിൽ ഹംസ വസലാസ തബ്ദഉ ബിത്തായി വസലാസ തബ്ദഉ ബില്ലായി വസലാസ തബ്ദഉ ബിന്നൂനി. എളുപ്പമാണ്. 3 മാദി കൊണ്ട് ഹംസ കൊണ്ട് തുടങ്ങുന്ന 3 മുലാരി, താ കൊണ്ട് തുടങ്ങുന്ന 3 പിന്നെ യാ കൊണ്ട് തുടങ്ങുന്ന 3 നൂനുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെ പറയാം? 3 ഒരു ഉദാഹരണോട് കൊടുത്തേക്കണം. അക്തുബു, തംഷി, യഖ്റഉ, നഅ്കുലു. അതേപോലെ കുറച്ച് ഫീലുകൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. നിങ്ങൾ എഴുതിയ പറയാം, ഞാൻ പറയണ്ടല്ലോ. ഈറ്റി ബി സലാസി ജുമലിൻ കുല്ലു വാഹിദത്തിൻ മിൻഹാ മബ്ദൂഅത്തുൻ ബി ഫഇലിൻ മാദിൻ. അതൊന്ന് പറഞ്ഞു. ഇവിടെ പറയാം, ബാക്കി നിങ്ങൾ ചെയ്യാം. മാലിയായ ഫീൽ കൊണ്ട് തുടങ്ങുന്ന ഒരു സെന്റൻസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കത്തബ അത്തുല്ലാബു അദ്ദർസ. ലൈബൽ വലതു അൽഖുറത്ത. ഓക്കെ. ലൈബൽ വലതു ഖുറത്തൽ ഖദം. ബി അവിടെ ബി കൊടുത്തേ. ബി ഖുറത്തി ബിൽ ഖുറത്തി. ഇതുപോലെ നിങ്ങൾ മാലി കൊണ്ട് തുടങ്ങുന്ന ഒരു 3 4 5 എത്ര എഴുതിയാലും വേസ്റ്റ് ആവില്ല. ഇനി അടുത്ത അതിന് മുമ്പുള്ളത് കുറച്ച് ഫീല് പറയാനുള്ളൂ. മുലാരി മാത്രം. മുലാരി ആയ ഫീല് മാത്രം. ഇപ്പോ അതിന് മുമ്പത്ത് പറഞ്ഞത് മുലാരി ആയ ഫീല് ഒന്ന് അവിടെ ഒരു മോഡൽ കൊടുത്തില്ലേ? അക്തുബു. അതേപോലെ അസ്മഉ, അംഷി, അത്റുബു, അദ്റുസു, അഖറഉ അങ്ങനെ പറയാം. അടുത്തത് തംഷി, തദ്ഹബു, തഖറഉ, തഫ്അലു, തജ്ലിസു. അങ്ങനെ മുലാരി ആയ ഫീല് പറയണം. അത്രേ ഉള്ളൂ.
ഈത്തി ബി സമലാസി ജുമലിൻ കുല്ലു വാഹിദത്തി മിൻഹുമാ മബ്ദൂഅത്തുൻ ഫി ഫിഇലിൽ മാദിൻ അത് പറഞ്ഞു. പിന്നെ അടുത്തത് ഫിഇൽ മുലാരി കൊണ്ട് ഇതേപോലെ 3 സെന്റൻസ് എങ്ങനെ പറയാം? എളുപ്പം, വളരെ സിമ്പിൾ ആയിട്ടുള്ള യദ്ഹബു. യസ്റബുൽ വലതു അൽമാ. ഓക്കെ, യദ്ഹബുൽ വലതു ഇലൽ മദ്രസ. മദ്രസ. ഇങ്ങനെ എക്സാമിന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് എഴുതിയാൽ ഒരുപാട് വലിയ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിൾ, ഏറ്റവും എളുപ്പം യഖ്റഉൽ വലതു യദ്ഹബുൽ വലതു എന്നൊക്കെ പറയാം. യഖ്റഉ അൽ ഉസ്താദു, അല്ലേ? ഇത് നിങ്ങൾ നമ്മൾ ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഇത് എഴുതി നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് അറിയണില്ലല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് മനസ്സിലാവും. ആ സമയത്താണ് നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു വശം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റും. അതിനാണ് നമ്മൾ ഡൗട്ട് എന്ന് പറയുക. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ചോദിക്കുക. അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മറ്റുള്ളവരോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയം നിങ്ങൾ ആ ഡൗട്ട് നോട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് ചോദിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ ചാപ്റ്ററും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു യൂണിറ്റില് പിന്നെ എന്താണ് ഫിഇൽ എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ലിൻ യദുല്ലു അലാ ഹദസിൻ മുർതബിതി സമനിൻ, ഏതെങ്കിലും സമനിൻ മിനൽ അസ്മിനത്തി സലാസ, മൂന്നാലൊരു കാലവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയെ ഫിഇൽ എന്ന് പറയും. അത് മാലിയായ ഒരു കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ ഫിഇൽ മാലി എന്ന് പറയും. മുലാരിയായ അല്ലെങ്കിൽ മുസ്തഖ്ബലിനോ ഹാദിറിനോ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയുടെ മേൽ സൂചിപ്പിക്കുന്നതാണെങ്കിൽ മുലാരി എന്ന് പറയും. അമ്ര എന്ന് പറയുമ്പോൾ മുസ്തഖ്ബലായ ഒരു കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് അമ്ര എന്ന് പറയും. പിന്നെ മുലാരത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹംസ, താ, യാ, നൂൻ, ഈ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യങ്ങൾ വായിക്കണോ? മാഹുവൽ ഫിഇൽ എന്ന് പറഞ്ഞോക്കെ. يدل على حصول في زمنة خاصة. നിങ്ങളിത് ഇവിടെ ഈ ടെക്സ്റ്റിലുള്ള പോലെ തന്നെ പിന്നെ പറയണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോ നിങ്ങൾ മുമ്പ് പഠിച്ചതോ അല്ലെങ്കിൽ പ്രിലിമിനറിക്കൊക്കെ പഠിച്ചതൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഉണ്ടാവും ഈ സംഭവങ്ങൾ. അവിടെ നഹുൽവാദി എന്ന് പറയുന്ന പുസ്തകം പഠിച്ചവർ കുറെ ആൾക്കാരുണ്ടാവും അല്ലെ അതില്? ഇതിലിപ്പോ ഏകദേശം എല്ലാരും പ്രിലിമിനറി കഴിഞ്ഞവരല്ലേ? പ്രിലി പഠിച്ചു. പ്രിലി പഠിച്ചവർക്ക് കാര്യങ്ങൾ പ്രിലി കഴിഞ്ഞവർ പഠിക്കാത്തവരുണ്ടാവും, അറിയാം. പ്രിലി പഠിക്കാത്തവരുണ്ടാവും. അപ്പോ അവർക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഈ ഡിഗ്രിക്ക് പഠിക്കുന്നതെന്നായിരിക്കും. ഇനി അതല്ല തമാശ, നിങ്ങളിപ്പോ ഈ ഡിഗ്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ MA അറബിക്കില് ഇപ്പൊ നിങ്ങളുടെ ഈ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ MA അറബിക്കിന്റെ ഗ്രാമറിന്റെ ടെക്സ്റ്റ് ഉണ്ട്. അതിലും പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും അല്ലേ? അത് കുറച്ച് അത്ര വലിയ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല അവിടെ. വളരെ ബേസിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നഹ്വ് എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ അത് ഡീറ്റെയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു PG ലെവലൊക്കെ ശരിക്കും അത് കുറെ അഭിപ്രായ വ്യത്യാസങ്ങളും കുറെ ഈ അൽഫിയ എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകങ്ങളുണ്ട്. അതൊക്കെയാണ് സാധാരണ അത് കവിതാ രൂപത്തിലാണ്. അതൊക്കെ ആകുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഉള്ളിലേക്ക് പോയിട്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ എന്തുകൊണ്ടാണ് അക്ഷരം കളയുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ വരുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടാവുക. ഇതൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇത് പിന്നെ ഇതിന്റെയൊക്കെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അത് പറയാത്തത്. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. എന്താ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, മഹുൽ ഫെയിലു, അതിന്റെ ഒക്കെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ. അത് നോക്കി പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റീസ് ഡെഫിനിഷൻ ചോദിക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഡെഫിനേഷൻ തന്നെ കാര്യമായിട്ട് ചോദിക്കാം ക്വസ്റ്റ്യനിൽ. ഡെഫിനേഷനും പിന്നെ ഉദാഹരണം നിങ്ങൾ ഒരു ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ഇപ്പൊ എന്താണ് മാഹുവ അൽ ഫിഇൽ മുലാരി എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഡെഫിനേഷൻ എഴുതുക, അതിന്റെ കൂടെ ഒരു ഉദാഹരണം കൂടെ എഴുതുക. മിസാൽ എന്ന് പറഞ്ഞിട്ട് മുലാരിയ ഫിഇലിന് ഒരു ഉദാഹരണം എഴുതുക. ഇപ്പൊ അല്ലെങ്കിൽ മാഹിയൽ ജുംലത്തുൽ ഫിഇലിയ എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എഴുതുക, അതിന്റെ കൂടെ ഒരു ഉദാഹരണം കൂടി എഴുതി കൊടുത്താൽ അപ്പൊ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഉദാഹരണമോ അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള ഉദാഹരണമോ നിങ്ങൾ പഠിക്കുക.
പിന്നെ കായികയാണ് പഠിക്കാനുള്ളത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ കുറഞ്ഞ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ഒന്ന് പഠിക്കണം. ഓക്കെ. സാധാരണ ഇപ്പൊ നഹൽവാദൊക്കെ ആണെങ്കിൽ അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഒരു കുറേ ഉണ്ട്. അത് ശരിക്കും ആ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി അതൊക്കെ ഒന്ന് ആ തമ്പ്രീനാത്തുകൾ മുഴുവനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ലാംഗ്വേജിൽ. ഓക്കെ. ഇൻഷാല്ലാ. ഓക്കെ സർ, നമുക്ക് താങ്ക് ഇവിടെ ഇത് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ രണ്ടാമത്തെ നോക്ക്. ഹവ്വിൽ അഫ്ആലിൽ മാദി ഫിൽ ജുമലിലാത്തി മുലാരി പറയാനാണ്. ദഹബ അതിന്റെ മുലാരി എന്താണെന്നാണ് പറയേണ്ടത്. ദഹബ അമീനൻ ഇല സൂക്ക് എന്നുള്ള മുലാരിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ പറയും? യദ്ഹബു യദ്ഹബു يذهب അമീൻ. അമീനു أمين إلى السوق. ഓക്കെ. അവിടെ കുഴപ്പമില്ല. മുദക്കറാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഫതഹ റഷീദുൻ യഫ്തഹു يفتح റഷീദൻ. ഇത് ചില يمشي ആളുകൾക്ക് ഇപ്പൊ مشي പുതിയതായിട്ട് പിന്നെ ഇതൊന്നും നേരത്തെ വരെ പ്രിലിയൊന്നും പഠിക്കാത്ത ഒരാളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു പ്രോബ്ലം എന്താ ഉണ്ടാവുന്നറിയോ? ഇപ്പൊ ദഹബയുടെ മുലാരി എന്താണ്? ഏത് ഹബു എന്നാണോ, ഏത് ഹുബു എന്നാണോ, ഏത് ഹിബി അങ്ങനെയൊക്കെ ഒരു വ്യത്യാസമാണ്. അത് ആർക്കും അറിയില്ല. നമുക്കൊക്കെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കാലം അത് പഠിച്ചു വരുന്നതുകൊണ്ടാണ്. ഇത് അവന് അറിയാത്ത ഇപ്പൊ നമ്മളൊരു പുതിയൊരു റയർ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുകയെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് എന്താ പറയാ, റയർ ആയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ കെറസ എന്നുള്ളൊരു വാക്കെടുക്കുക. കെറസ ഇതിന്റെ മുതാരി എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ? يكرسون يكرسون doubt ഉണ്ട്. മൂന്ന് ഓപ്ഷൻ ഉണ്ട് അല്ലെ? എക്രസു എന്നാവാം, يكرسو 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 എക്കിരിസു. ഈ ഏതാണ് കൺഫ്യൂഷൻ ആവും. മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഈ മൂന്നിൽ എന്തും ആവാം. ചിലപ്പോ മൂന്നും ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ആകെ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ. അത് ഏത് വലിയ ആലിമാണെങ്കിലും ഏത് അല്ലാമാണെങ്കിലും അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഡിക്ഷണറി നോക്കേണ്ടി വരും. അതെ, ഇപ്പോ ഒന്നെങ്കിൽ ടെക്സ്റ്റ് പുസ്തകം പോലെയുള്ള ഡിക്ഷണറി എടുക്കുക, അല്ലെങ്കിൽ നെറ്റ് എടുക്കുക. ഇപ്പൊ ഇന്നത്തെ കാലത്താവുമ്പോൾ ഗൂഗിളോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നെറ്റിലുള്ള ഏതെങ്കിലും ഡിക്ഷണറിയോ നോക്കുക. അപ്പോ എന്നിട്ട് എന്താണ് ചോദിക്കുക? ഇതിന്റെ മൗലാരി എന്താണ്? അപ്പൊ ചിലപ്പോൾ അതിന്റെ മീനിങ് ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെ ഡിക്ഷണറിയുടെ സഹായം അല്ലാതെ ഏത് ആലിമിനും ചിലപ്പോൾ എത്ര വലിയ പഠിതാവാണെങ്കിലും പണ്ഡിതനാണെങ്കിലും ചില വാക്കുകൾ വളരെ ഗരീബായിട്ടുള്ള വാക്കുകൾ അവർക്ക് നമുക്ക് നമ്മുടെ പരിചയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇതുവരെ കാണാത്തൊരു വാക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ മലയാളത്തിൽ തന്നെ നമുക്ക് അറിയില്ലേ കുറെ വാക്കുകൾ ഉണ്ടാവും. ഇപ്പോ എന്താ പറയാ, മലയാളത്തിൽ ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് എന്താ പറയല്? മർജാര പദവിന്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അതിൽ അറിയുന്നവരുണ്ടാവും. എന്താ അതിന്റെ മീനിങ് എന്താ? എന്ത് സാറേ കേട്ടിട്ടുണ്ടോ? എന്നോട് പറയാം. അറിയില്ല. മർജാര പദവിന്യാസം അറിയില്ല. വ്യത്യാസമാണോ അത്? അറിയില്ല. അത് നമ്മള് മലയാളികളാണ് എന്നിട്ട് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതായത് ഏത് ഭാഷയിലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഡിക്ഷണറി നോക്കുക എന്താണ് അതിന്റെ മീനിങ്. അതേപോലെ തന്നെ അജഗളസ്ഥനം കേട്ടണം. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, മീനിങ് അറിയൂല. അജഗളസ്ഥനം എന്ന് പറഞ്ഞാല് നമ്മള് അറിയില്ല സാറേ. അതെന്ന് പറഞ്ഞാല് നമ്മുടെ ആടിന്റെ കഴുത്തില് ഒരു സാധനം രണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനല്ലേ കഴുത്തില് ചില ആടുകൾക്ക് കണ്ടില്ലേ? എല്ലാ ആടുകൾക്കും ഉണ്ടാവില്ല. ചില ആടുകളുടെ കഴുത്തിലുണ്ടാവും ഒരു പിന്നെ കുറച്ച് അധികം ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് ഉണ്ടാവും. അതിനാണ് പറയാ. അങ്ങനെയൊക്കെ ഗളം നിറ കഴുത്ത്, അജം നിറ ആട്, അങ്ങനെ അതുപോലെ അറിയാത്ത കുറെ. ഇപ്പൊ വന അറബിയിൽ ഇപ്പൊ ഞാൻ ഇന്ന് ഏതൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു വാക്ക് കണ്ടു, വന. ഞാൻ ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് ആ വേർഡ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ഷണറി നോക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ ആദ്യം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? മർജാര പദവിന്യാസം എന്ന് പറഞ്ഞാൽ മർജാര എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. പൂച്ചയുടെ നടത്തം. ഓക്കെ സാറ് ഒരു സംശയം കേട്ടോ. Yeah. ഈ മഷൈത്തു എന്നുള്ള MC എന്നല്ലേ വരിക മുലാരി ആവുമ്പോ? അത് മുലാരി MC ആണ്. പക്ഷെ ഇവിടെ മഷയിത്തു എന്നുള്ളത് വരുമ്പോ ഞാൻ നടന്നു എന്നാണ്. അപ്പൊ ഞാൻ നടക്കുന്നു എങ്ങനെ മുലാരിയിൽ പറയാം?
അതെ അംശ മഷയുടെ അപ്പൊ ശ്രദ്ധിക്കണം എങ്ങനെ മഷയുടെ മുതാരി എംഷി പിന്നെ അതില് ഞാൻ എന്നുള്ളത് എങ്ങനെ പറയാം അപ്പൊ അദ്ഹബു ഞാൻ പോകുന്നു അതുപോലെ അപ്പൊ ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോ എങ്ങനെ പറയും അംഷി 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 എന്ന് പറഞ്ഞാൽ യെസ് അത്ര പറഞ്ഞാൽ മതി അംഷി ഇലാ ബൈത്തി അപ്പൊ നെക്സ്റ്റ് അടുത്ത എങ്ങനെ പറയും കത്തബത്തു യക്തുബു അവിടെ ഞാനാണ് ഞാൻ എഴുതി അപ്പൊ എങ്ങനെ പറയാം അക്തുബു 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 റിസാലത്തൻ ഇലാ സുദീഖി ഓക്കെ ബാക്കിയൊക്കെ അതേപോലെ തന്നെ നസഹ നസ്സഹ യൻസിഹു യൻസഹു യൻസഹു സോറി യൻസഹു നളറ നളറ യൻളുറു സമിഅ യസ്മഉ ശരിബ യശ്റബു വഖഫ അവിടെ അതൊക്കെ നമ്മളിനി പഠിക്കുമ്പോ ക്ലിയർ ആവും അവിടെ ഒരു പ്രത്യേക നിയമമുണ്ട് അവിടെ വേറൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഒന്ന് എക്കിഫു അല്ലേ യക്കിഫു യഖൈഫു ഇൻതല്ലറ അമീർ ഓക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതായത് ഇപ്പൊ ഇവിടെ വന്നതൊക്കെ 3 അക്ഷരമുള്ള ഫീലുകളാണ് ഇപ്പൊ അടിയിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ഇൻതലറ അതിൽ നമുക്ക് കാണാൻ പറ്റും 3-നേക്കാൾ കൂടുതൽ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് 5 അക്ഷരങ്ങളുണ്ട് ഇൻതലറ എന്നുള്ളതിൽ അപ്പൊ അതിന്റെ മുതാരി എങ്ങനെയാണ് വരിക 6 അക്ഷരമുള്ള ഫീലുകൾ ഉണ്ടാവും 4 അക്ഷരമുള്ള ഫീലുകൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ മുതാരി എങ്ങനെയാണ് വരിക എന്നുള്ളതിനൊക്കെ അതൊക്കെ സർഫിലാണ് നമ്മൾ പഠിക്കുക അത് നഹ്വ് ഇൽമു സർഫ് എന്നുള്ള ഒരു സബ്ജക്റ്റിലാണ് നമുക്ക് അതൊക്കെ ഇതിൽ വരുന്നുണ്ടാവും ഈ സെമ്മിലും അടുത്ത സെമ്മിലൊക്കെ ആയിട്ട് അതൊക്കെ കവർ ചെയ്യും വേറെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് വേറെ ആയിട്ട് അത് ഞാൻ അടുത്ത സിലബസ് നോക്കിയിട്ടില്ല ചിലപ്പോ ഉണ്ടാവും ഇൻഷാല്ലാ ഓക്കെ നമുക്ക് ഇനിയിപ്പോ അടുത്ത യൂണിറ്റ് അല്ല അത് അടുത്ത ക്ലാസ്സിൽ അപ്പൊ നമ്മൾ അതിന്റെ ചെയ്യാം കൺക്ലൂഡ് ചെയ്യല്ലേ ഓക്കെ സാർ ഓക്കെ ശുക്രൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും അസ്സലാം.